السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على أشرف الأنبياء والمرسلين نبينا محمد وعلى آله وصحبه أجمعين أما بعد. ബഹുമാന്യരായ സഹോദരങ്ങളെ സഹോദരിമാരെ, അൽ ഹാഫിദ് അൻ-നവവി റഹ്മത്തുള്ളാഹി അലൈഹി രചിച്ചിട്ടുള്ള അൽ അർബഊനാണ് നമ്മൾ വായിച്ചു വരുന്നത്. ആദ്യത്തെ 10 ഹദീസുകൾ നമ്മൾ മനസ്സിലാക്കുകയുണ്ടായി. ഇൻഷാ അല്ലാഹ് 11ാമത്തെ ഹദീസാണ് നമുക്കിന്ന് വായിക്കാനുള്ളത്. عن أبي محمد الحسن بن علي بن أبي طالب سبط رسول الله صلى الله عليه وسلم وريحانته رضي الله عنهما قال حفظت من رسول الله صلى الله عليه وسلم دع ما يريبك إلى ما لا يريبك رواه الترمذي والنسائي وقال الترمذي حديث حسن صحيح. ഈ ഹദീസ് അത് റിപ്പോർട്ട് ചെയ്ത ആള് നോക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, നവവി റഹിമഹുള്ള ഈ അർബഊനിൽ കൊണ്ടുവന്ന ആദ്യത്തെ ബുഖാരിയിലോ മുസ്ലിമിലോ ഇല്ലാത്ത ഹദീസ് 11ാമത്തെ ഹദീസാണ്. കാരണം ആദ്യത്തെ 10 ഹദീസുകളും നമ്മൾ നോക്കിയാൽ ഒന്നുകിൽ ബുഖാരി മുസ്ലിമും ഒരുമിച്ച് ഉദ്ധരിച്ച ഹദീസുകൾ, അല്ലെങ്കിൽ മുസ്ലിം മാത്രം ഉദ്ധരിച്ച ഹദീസുകൾ, ആ രൂപത്തിലൊക്കെയാണ് ഉള്ളത്. അതല്ലാതെ സഹീഹൈനിൽ നിന്നും ബുഖാരിയിൽ നിന്നും മുസ്ലിമിൽ നിന്നും പുറത്തുള്ള ഒരു ഹദീസും ആദ്യത്തെ 10 ഹദീസിലില്ല. അപ്പോൾ 11ാമത്തെ ഹദീസാണ് സഹോദരങ്ങളെ അദ്ദേഹം ആദ്യമായി തിർമിദിയിൽ നിന്നും നസായിൽ നിന്നുമൊക്കെ അദ്ദേഹം ഉദ്ധരിച്ചത്. ഇത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇതിൽ പണ്ഡിതന്മാർ പറഞ്ഞു, ഈ ഹദീസ് ഇമാം തിർമിദി, നസായിയും ഹാക്കിം, ഇബ്നു ഹിബ്ബാൻ ഇങ്ങനെയുള്ള എല്ലാവരും ഇതേ ഹദീസ് അവരുടെ ഗ്രന്ഥങ്ങളിൽ കൊണ്ടുവന്നിട്ടുണ്ട്. എന്നാൽ നസായിയുടെ റിവായത്തിൽ ഇതിന്റെ അവസാനത്തിൽ ഫഇന്ന സിദ്ഖ തുമുനീന വൽ കദിബ റീബത്തുൻ എന്ന വാക്കും കൂടി ഉണ്ട്. എന്താണ് ഈ ഹദീസിൽ വന്നിട്ടുള്ളത്? ഈ ഹദീസ് റിവായത്ത് ചെയ്യുന്നത് അബു മുഹമ്മദ് അൽ ഹസൻ ഇബ്നു അലി ഇബ്നു അബി താലിബ് സിബ്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വറൈഹാനതിഹി റളിയല്ലാഹു അൻഹുമാ. വലിയ പേരാണ്. ആരാണ് റിപ്പോർട്ട് ചെയ്ത് എന്നുള്ള സ്ഥലത്ത് കൊണ്ടുവന്നത്. അദ്ദേഹം സഹോദരങ്ങളെ അബു മുഹമ്മദ് അൽ ഹസൻ ഇബ്നു അലി ഇബ്നു അബി താലിബ് എന്ന് പറയുന്നത് മഹാനായ അലി ഇബ്നു അബി താലിബ് റളിയല്ലാഹു അൻഹുവിന്റെ മകനായ അൽ ഹുസൈനെയും കുറിച്ച് അറിയാത്ത മുസ്ലിമീങ്ങളില്ല. അപ്പോൾ അദ്ദേഹമാണ് ഈ ഹദീസ് റിവായത്ത് ചെയ്യുന്നത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അദ്ദേഹത്തെക്കുറിച്ച് നവവി റഹിമഹുള്ള പറഞ്ഞത് സിബ്തി റസൂലില്ലാ എന്നാണ്. റസൂലുള്ളാഹിന്റെ സിബ്തു എന്നാണ് പറഞ്ഞത്. സിബ്ത്ത് എന്ന് വാക്കിനർത്ഥം അത് മകളുടെ മകനാണ്. സിബ്തുൻ എന്ന് പറയുക മകളുടെ മകൻ. ആരുടെ മകനാണ് അൽ ഹസൻ? മകളുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആരുടെ മകൾ? ഫാത്തിമ. അപ്പൊ മകളുടെ മകനാണ് എന്ത് പറയുക? സിബ്ത്ത് എന്ന് അറബി ഭാഷയിൽ പറയുക. പേരക്കുട്ടിക്ക് വേറൊരു വാക്കുണ്ട് അറബിയിൽ, ഹഫീദ് എന്നാണ്. ഹഫീദ് എന്ന് പറയുന്നതും പേരക്കുട്ടിയാണ്. അത് മകന്റെ മകനാണ് പറയുക. റസൂലുള്ളാഹിക്ക് ഒരു മകനില്ല അല്ലെ? എല്ലാ ആൺകുട്ടികളും ചെറിയ പ്രായത്തിൽ മരിച്ചു പോയിട്ടുണ്ട്. ഒരു ഹഫീദ് ഇല്ല. എന്നാൽ സിബത്തുണ്ട്. സിബത്ത് ഉണ്ട്, ധാരാളം ഉണ്ട്. അലിയുള്ളാഹിനും ഹസനും ഹുസൈനും കൂടാതെ വേറെയും മക്കളുണ്ട്. അപ്പോൾ ഇവിടെ സഹോദരങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരക്കുട്ടി സിബ്തി റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറഞ്ഞ അദ്ദേഹത്തിന്റെ ആ ഒരു ഫദ്ൽ നബി റഹിമഹുള്ള ഹദീസ് കൊടുക്കുന്നതിന് മുമ്പ് നമുക്ക് പറഞ്ഞു തരികയാണ്. അതുപോലെ പറഞ്ഞു റൈഹാനതിഹി എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്താണ് ആ വാക്ക് ഉപയോഗിക്കാൻ കാരണം? നബി റഹിമഹുള്ളയുടെ വാക്കാണിത്, ഹദീസിൽ വന്ന വാക്കല്ല. നബി റഹിമഹുള്ള അൽ ഹസൻ ഇബ്നു അലി ഇബ്നു അബി താലിബിനെ വിശേഷിപ്പിച്ചതാണ് റൈഹാനതിഹി. റസൂലുള്ളാഹിന്റെ റൈഹാനത്താണ് അൽ ഹസൻ എന്നാണ് പറഞ്ഞത്. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ ഹസനെയും ഹുസൈനെയും കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഹുമാ റൈഹാനതായി മിനദ് ദുനിയ. അവരെന്റെ ദുനിയാവിലെ റൈഹാനത്തുകളാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്താണ് റൈഹാന എന്ന് പറയുന്ന വാക്കിനർത്ഥം? അറബിയിൽ നല്ല സുഗന്ധമുള്ളൊരു പൂവിന്റെ പേരിന് പറയുന്ന പേരാണ് റൈഹാനത്തുൻ എന്ന് പറയുന്നത്. ഒരു പൂവിന്റെ പേരാണ് ശരിക്ക്. അപ്പൊ പണ്ഡിതന്മാർ പറഞ്ഞു, എന്തിനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹസനെയും ഹുസൈനെയും കുറിച്ച് റൈഹാനത്തായി, എൻ്റെ 2 റൈഹാനകളാണ് എന്ന് പറയാനുള്ള കാരണം എന്താണ്? ചിലർ പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത്
അവർ രണ്ടുപേരെയും വല്ലാതെ ഇഷ്ടപ്പെട്ടു എന്നറിയിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ഏതുപോലെ ഈ പൂവിനെ ആളുകൾ ഇഷ്ടപ്പെടും, കാരണം അത് ഭംഗിയുള്ളതുമാണ്, നല്ല മനോഹരമായ മണമുള്ളതുമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവരെ കണ്ടാൽ അതുപോലെ എടുത്ത് ചുംബിക്കുകയും, ഒരു ഭംഗിയുള്ള മണമുള്ള പൂവിനെ സ്നേഹത്തോടെ വാരിയെടുത്ത് ചുംബിക്കുന്നത് പോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവരെ രണ്ടുപേരെയും അങ്ങനെ ചുംബിക്കുമായിരുന്നു എന്നാണ് പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തെക്കുറിച്ച് പുകഴ്ത്തി പറഞ്ഞ ധാരാളം ഹദീസുണ്ട്. ഇന്ന ഇബ്നി ഹാദാ സയ്യിദ്, എൻ്റെ ഈ മകൻ സയ്യിദാണ്, നേതാവാണ് എന്നാണ്. യഥാർത്ഥത്തിൽ ഹസൻ റളിയല്ലാഹു അൻഹു ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനേക്കാളും ശ്രേഷ്ഠനായ സഹാബിയാണ്. രണ്ടുപേരും അലി റളിയല്ലാഹുവിന്റെ മക്കൾ തന്നെയാണ്. പക്ഷേ കൂടുതൽ ശ്രേഷ്ഠത അൽ ഹസൻ ഇബ്നു അലി ഇബ്നു അബി താലിബ് റളിയല്ലാഹു അൻഹുവിനാണ്. പക്ഷേ ഷിയാക്കളായ ആളുകൾ, റാഫിദുകൾ എപ്പോഴും ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെ കുറച്ചധികം പുകഴ്ത്തി പറയാറുണ്ട്. അതിന് സംഭവം കർബലയിൽ അദ്ദേഹം ദാരുണമായി കൊല്ലപ്പെട്ട ആ ഒരു കാര്യമൊക്കെ ആ ഒരു സങ്കടം ഉണ്ടാക്കുന്ന കാര്യത്തെ അവരവരുടെ രീതിയിലേക്ക് അതിനെ ദുർവ്യാഖ്യാനിച്ചും മറ്റുമൊക്കെ അങ്ങനെ കൊണ്ടുവന്നതാണ്. യഥാർത്ഥത്തിൽ നമ്മൾ കൂടുതൽ അഹ്ലുസുന്ന കൂടുതൽ ഇഷ്ടപ്പെടുന്നത് അൽ ഹസൻ ഇബ്നു അലി ഇബ്നു അബി താലിബ് റളിയല്ലാഹു അൻഹുവിനാണ്. രണ്ടുപേരും സ്വഹാബികളാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേര മക്കളാണ്, യാതൊരു സംശയമില്ല. അപ്പൊ ഒന്നാമത്തെ കാര്യമായി പറഞ്ഞത് ആ ഒരു പൂവിനെ ഇഷ്ടപ്പെടുന്നത് പോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇഷ്ടപ്പെടുന്നു, അതുകൊണ്ട് ആ പേര് വിളിച്ചു എന്നാണ്. വേറെ ചില പണ്ഡിതന്മാർ പറഞ്ഞു അവരുടെ രണ്ടുപേരും റൈഹാൻ എന്ന് പറയുന്ന പൂവിനെ പോലെ നല്ല കുട്ടികളാണ്, അതായത് നല്ലൊരു ചെടിയാണ്. അപ്പൊ അതേപോലെ നല്ല കുട്ടികളാണ്, തയ്യിബായ കുട്ടികളാണ്. വേറെ ചിലർ പറഞ്ഞത് വലതും സാലിഹായതുകൊണ്ടാണ്, നല്ല സാലിഹായ മകനായതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ വിളിച്ചതാണ്. കാരണം ഒരു സാലിഹായ ഒരു മകൻ എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഒരു ഉപ്പയെ സംബന്ധിച്ചിടത്തോളം അത് സ്വർഗത്തിൽ നിന്നും അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകുന്ന ആ വലിയ നഈം, വലിയ സുഖാനുഭൂതിയുടെ ഒരു മുന്നോടിയാണ്. ദുനിയാവിൽ നിന്ന് തന്നെ ഒരാൾക്ക് കിട്ടുന്ന വലിയൊരു അനുഗ്രഹമാണ് സാലിഹായ ഒരു മകൻ ഉണ്ടാകുക എന്നുള്ളത്. അങ്ങനെ പല അഭിപ്രായങ്ങളും, ഇതൊന്നും പരസ്പര വൈരുദ്ധ്യങ്ങളായ അഭിപ്രായങ്ങളല്ല, പല അഭിപ്രായങ്ങളും റൈഹാന എന്ന് പറയുന്ന വാക്ക് വിളിച്ചതിനെ പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട്. ശരി, എന്താണ് അദ്ദേഹം പറയുന്നത്? അദ്ദേഹത്തിന്റെ പേര് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും, കഴിഞ്ഞപ്പോൾ റളിയല്ലാഹു അൻഹുമാ എന്ന് പറഞ്ഞിട്ടുണ്ട്. കാരണം പേരിൽ രണ്ട് സ്വഹാബികളുടെ പേര് വന്നിട്ടുണ്ട്. ഉപ്പയും സ്വഹാബിയാണ്, അലി ബിൻ അബി താലിബ്. അലി റളിയല്ലാഹു അൻഹു സ്വഹാബിയാണ്. അലി ബിൻ അബി താലിബ് എന്ന് കേട്ടാൽ നമ്മൾ റളിയല്ലാഹു അൻഹുമാ എന്ന് പറയുമോ? ഇല്ല. കാരണം അബു താലിബ് മുസ്ലിം അല്ല, സ്വഹാബി അല്ല. അലി ബിൻ അബി താലിബ് എന്ന് കേട്ടാൽ രണ്ടുപേരുടെ പേര് അവിടെ ഉണ്ട്, അലിയും ഉണ്ട് അബു താലിബും ഉണ്ട്. നമ്മൾ റളിയല്ലാഹു അൻഹു എന്നേ പറയുള്ളൂ. പക്ഷെ ഇവിടെ അൽ ഹസൻ ബിനു അലി ബിനു അബി താലിബ്, ഹസനും അലിയും സ്വഹാബിയാണ്. അതുകൊണ്ടാണ് റളിയല്ലാഹു അൻഹുമാ എന്ന് അദ്ദേഹം അവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പൊ അങ്ങനെ ഒരുപാട് ജാബിർ ബിൻ അബ്ദില്ല എന്ന സ്വഹാബിയുടെ പേരേക്ക് നമ്മൾ റളിയല്ലാഹു അൻഹുമാ എന്നാണ് പറയുക. കാരണം ജാബിറും ഉപ്പ അബ്ദുള്ളയും സ്വഹാബിയാണ്. ഉമർ ബിൻ ഖത്താബ് കേട്ടാൽ നമ്മൾ പറയില്ല. അപ്പൊ അത് മനസ്സിലാക്കുക. റളിയല്ലാഹു അൻഹുമാ എന്താണ് അദ്ദേഹം പറയുന്നത്? അൽ ഹസൻ ഇബ്നു അലി ഇബ്നു അബി താലിബ് റളിയല്ലാഹു അൻഹു പറയും, ഹഫിൾതു മിൻ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ റസൂലുള്ളാഹിൽ നിന്ന് ഹിഫ്ളാക്കിയിട്ടുണ്ട് എന്നാണ് സഹാബിയായ അൽ ഹസൻ റളിയല്ലാഹു അൻഹുമാ പറയുന്നത്. ഇവിടെ സഹോദരങ്ങളെ, പണ്ഡിതന്മാർ വലിയൊരു ഫായിദയായിട്ട് കൊണ്ടുവന്ന ഒരു കാര്യം, സലഫുകൾ, മുൻഗാമികൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉൾപ്പെടെയുള്ള സഹാബികൾ ഉൾപ്പെടെയുള്ള സലഫു സാലിഹ് മുൻഗാമികൾ ചെറിയ കുട്ടികളെ ദീൻ പഠിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് അങ്ങേയറ്റം പ്രാധാന്യം കൊടുത്തിരുന്നു എന്നുള്ളത് ഈ ഹദീസ് വിശദീകരിക്കുമ്പോൾ അവർ പറയുന്നുണ്ട്. എന്തുകൊണ്ടാണ് അത് പറയാൻ കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ നിന്നും മദീനയിലേക്ക് എത്തി ഹിജ്റ 3-ാം വർഷം മാത്രമാണ് യഥാർത്ഥത്തിൽ ഹസൻ റളിയല്ലാഹു അൻഹു ജനിക്കുന്നത്. അതുകൊണ്ട് തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്താകുന്ന സമയത്ത് കേവലം 8 വയസ്സ് പ്രായമാണ് ആർക്കുള്ളത്? അൽ ഹസൻ ഇബ്നു അലി റളിയല്ലാഹു അൻഹുവിന് ഉള്ളത്. എന്നിട്ടും ആ ചെറിയ കുട്ടിയാണ് ഈ ഹദീസ് നമുക്ക് റിവായത്ത് ചെയ്യുന്നത്. 8 വയസ്സിന് മുമ്പ് തന്നെ ആ ഹദീസ് അദ്ദേഹം എന്തിട്ടുണ്ട്? കേട്ടിട്ടുണ്ട്, പഠിച്ചിട്ടുണ്ട്. ഈ ഒരൊറ്റ ഹദീസ് മാത്രമല്ല, 13 ഹദീസുകൾ പണ്ഡിതന്മാർ ഹസൻ റളിയല്ലാഹു അൻഹുവിൽ നിന്നും ഉദ്ധരിച്ചിട്ടുണ്ട്. അപ്പൊ ചെറിയ കുട്ടികൾ തന്നെ ഹദീസുകൾ ഹിഫ്ലാക്കുകയും ദീൻ പഠിക്കുകയൊക്കെ ചെയ്തത് നമുക്ക് മുൻഗാമികളിൽ മാതൃകയുണ്ട്. അത് വലിയ പ്രായമായ വയസ്സായ ആള് പഠിക്കുക അല്ലെങ്കിൽ അങ്ങനെയുള്ള പക്വതെത്തി അങ്ങനെ അല്ല, ചെറിയ കുട്ടികൾ തന്നെ ഖുർആനും ഹദീസുകളും ഒക്കെ ഹിഫ്ലാക്കുക എന്നുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലം മുതലുള്ള
രീതിയാണ്. ഇവിടെ സഹാബിയായ ചെറിയ കുട്ടിയായിരുന്നു അന്ന് ചെറിയ കുട്ടിയായിരുന്നു. ഈ ഹദീസ് റിവായത്ത് ചെയ്യുമ്പോൾ അദ്ദേഹം പ്രായം ഉണ്ടാകും. പക്ഷെ ഇത് പഠിച്ചത് എപ്പോഴാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നേരിട്ട് കേട്ട് മനപ്പാടാക്കിയെന്നാണ് പറഞ്ഞത്. ഹഫ്ളത്തു മിർ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അദ്ദേഹം മറ്റൊരു സഹാബിയിൽ നിന്ന് ഉദ്ധരിക്കുന്നതല്ല, നേരെ റസൂലുള്ളാഹിന്റെ അടുക്കൽ നിന്ന് ഞാൻ ഹിഫ്ളാക്കി എന്നാണ് സഹാബി അൽ ഹസൻ റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയുന്നത്. ഹഫ്ളത്തു മിർ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നും മനപ്പാടമാക്കിയിട്ടുണ്ട്. എന്താണ് മനപ്പാടമാക്കിയത്? നമുക്കൊക്കെ ഹിഫ്ളാക്കാൻ പറ്റിയ വളരെ എളുപ്പമുള്ള ഒരു ഹദീസാണ്, അരവരിയില്ല. എന്ന വാക്കിനർത്ഥം ഉത്രുക്, ഉപേക്ഷിക്കുക എന്നുള്ളതാണ്. ദ എന്ന് പറഞ്ഞാൽ ഉത്രുക്, രണ്ടക്ഷരാണ്, ദാലും ഐനും. ദ എന്ന് പറഞ്ഞാൽ ഉത്രുക് വജ്തനിബ്, നീ ഉപേക്ഷിക്കുക എന്നാണ് ആ വാക്കിന്റെ അർത്ഥം. മാ യരീബുക് ഐ അല്ലദി യരീബുക്. അവിടെ മാ എന്നുള്ളത് നഫി അല്ല, നിഷേധമല്ല, മറിച്ച് മൗസൂലിന്റെ മാ എന്ന് പറയും. അല്ലദി, ഇങ്ങനെ ഉള്ളതായ. അല്ലദി യരീബുക്, നിനക്ക് റൈബുള്ള. എന്താണ് യരീബുക് എന്ന് പറയുന്ന വാക്കിനർത്ഥം? റൈബുൻ എന്ന് പറഞ്ഞാൽ സംശയം എന്നാണ് അർത്ഥം. ദാലിക്കൽ കിതാബ് ലാ റൈബ ഫീഹി, നമ്മൾ അലിഫ് ലാം മീം സൂറത്തുൽ ബഖറയിൽ ഓതുന്നുണ്ട്. ദാലിക്കൽ കിതാബ് ലാ റൈബ ഫീഹി, യാതൊരു സംശയവുമില്ല എന്നാണ് അർത്ഥം. അപ്പോൾ യരീബുക്ക് എന്നാണോ അതല്ല യുരീബുക്ക് എന്നാണോ അത് വായിക്കേണ്ടത് എന്ന് പണ്ഡിതന്മാർക്ക് രണ്ട് അഭിപ്രായമുണ്ട്. രണ്ടും ശരിയാണ്. ഒന്ന് റാബ യരീബു എന്നാണ് ഒരു വാക്കിന്റെ അർത്ഥം, മറ്റേത് അറാബ യുരീബു എന്നാണ് ഭാഷാപരമായ നിയമമാണ്. രണ്ടും ശരിയായതാണ്. ഏറ്റവും കൂടുതൽ ഈ ഹദീസുകൾ ഒത്തു കൊടുത്തതുപോലെ യരീബുക്ക് ഫത്ഹ് ഇട്ടിട്ട് തന്നെയാണ്. യരീബുക്ക്, നിനക്ക് സംശയമുള്ളത് നീ ഉപേക്ഷിക്കുക എന്നാണ്. എന്താണ് റൈബ് എന്നുള്ളത് പണ്ഡിതന്മാർ പല അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ട്. സംശയമുള്ളത് എന്ന് പറയുന്നത് നമുക്ക് ഒരു കാര്യത്തെ വിശ്വസിക്കാൻ പറ്റാത്ത അല്ലെങ്കിൽ ഉൾക്കൊള്ളാൻ പറ്റാത്ത അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ റൈബ് എന്ന് പറയാറുണ്ട്. നമുക്ക് അതിനെന്തെങ്കിലും ഒരു ആക്ഷേപമുള്ള കാര്യം, ആക്ഷേപിക്കപ്പെടുന്ന കാര്യം, അതൊക്കെ സംശയമുള്ള കാര്യമാണ്. അതല്ലെങ്കിൽ നമുക്കൊരു ആദി ഉണ്ടാക്കുന്ന, ഒരു ടെൻഷൻ ഉണ്ടാക്കുന്ന രൂപത്തിലുള്ള കാര്യങ്ങളൊക്കെ റൈബ് എന്ന് പറയാറുണ്ട്. മൊത്തത്തിൽ എല്ലാ സംശയങ്ങൾക്കും റൈബ് എന്നുള്ള വാക്ക് ഉപയോഗിക്കാറുണ്ട്. അതാണ് റൈബ്. അപ്പൊ അങ്ങനെയുള്ള സംശയമുള്ള കാര്യം അത് നീ ഉപേക്ഷിക്കുക എന്നാണ് പറഞ്ഞത്. സംശയമുള്ള കാര്യം നീ അത് ഉപേക്ഷിക്കുക. ഇലാ മാല യരീബ്, നിനക്ക് സംശയമില്ലാത്ത കാര്യത്തിലേക്ക്. അപ്പൊ സംശയമുള്ളതും സംശയമില്ലാത്തതും ഉണ്ടായാൽ സംശയമില്ലാത്തതിലേക്ക് നീ മടങ്ങുക, സംശയമുള്ളത് അവിടെ ഉപേക്ഷിക്കുക. ഇതാണ് ഈ ഹദീസിൽ പറയുന്നത്. പണ്ഡിതന്മാർ മാ യരീബുക്, നിനക്ക് സംശയമുള്ളത് എന്നുള്ളതിനെ വിശദീകരിച്ചത് കാണാൻ സാധിക്കും. അത് മാല തത്മഇന്നു ഇലൈഹി വമാല തത്മഇന്നു ബിഹി എന്ന് പറഞ്ഞത് കാണാൻ സാധിക്കും. എന്താണ് സംശയമുള്ളത്, എന്താണ് സംശയമുള്ള കാര്യങ്ങൾ എന്ന് ചോദിച്ചാൽ മാല തത്മഇന്നു ഇലൈഹി, നിനക്ക് ഒന്നിലേക്ക് മനസ്സുകൊണ്ട് അടുക്കാൻ സാധിക്കാത്തതായ കാര്യം, അത് ചെയ്യുന്നതിന് മുമ്പ് തന്നെ, അത് പറയുന്നതിന് മുമ്പ് തന്നെ, ആ ഒരു നിലപാട് സ്വീകരിക്കുന്നതിന് മുമ്പ് തന്നെ നിന്റെ മനസ്സ് അതിനോട് ഒരിക്കലും ഒരു തൃപ്തി കാണിക്കൂല, ഒരു മനസ്സമാധാനം കിട്ടൂല. അത് പറയണോ, അത് ചെയ്യണോ, അത് ആ ഒരു നിലപാടെടുക്കണോ, അങ്ങനെ ഒരു രീതി നമ്മൾ തുടങ്ങണോ എന്നാലോചിക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിനൊരു ടെൻഷനുകൾ ഉണ്ടാകും. അതാണ് മാല തത്മഇന്നു ഇലൈഹി. അത് ചെയ്യുന്നതിൻ്റെയും പറയുന്നതിൻ്റെയും മുമ്പ് തന്നെ നമ്മുടെ മനസ്സിലുണ്ടാകുന്ന കാര്യമാണത്. അതുപോലെ പറഞ്ഞു വമാല തത്മഇന്നു ബിഹി, നമ്മളൊരു കാര്യം ചെയ്തു കഴിഞ്ഞു, അപ്പോൾ നമുക്ക് തുടങ്ങും, ഒരു മനസ്സിന്നൊരു ടെൻഷൻ തുടങ്ങും. ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞു, അത് വേണ്ടിയില്ലായിരുന്നു എന്നിങ്ങനെ മനസ്സിൽ നിന്ന് ഇങ്ങനെ തോന്നി തുടങ്ങും. നമ്മളൊരു പ്രത്യേക രീതി ആരംഭിച്ചു കഴിഞ്ഞു, അപ്പോഴേക്കും നമ്മുടെ മനസ്സിന് ഒരു സമാധാനം കിട്ടൂല, അത് വേണ്ടതില്ല, അങ്ങനെ ചെയ്യേണ്ടതില്ല എന്നൊക്കെ തോന്നുന്നതാണ് മാലാ തത്മഇന്നു ബിഹി ഹാദാ ബഅദൽ ഫിഅൽ. ചെയ്തതിന് ശേഷം അല്ലെങ്കിൽ പറഞ്ഞതിന് ശേഷം നമുക്കുണ്ടാക്കുന്ന കാര്യമാണ്. അപ്പോൾ ചെയ്യുന്നതിന് മുമ്പാകട്ടെ ചെയ്തതിന് ശേഷമാകട്ടെ നമ്മൾ മനസ്സിനൊരു ഒരു സമാധാനം കിട്ടാത്ത ഒരു കാര്യത്തിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, മാ ലാ യരീബുക്, നിനക്ക് സംശയമുള്ളത് എന്ന് പറയുന്നത്. ഇപ്പൊ രണ്ട് കാര്യമാണ്. മാലാ തത്മഇന്നു ഇലൈഹി, ഒന്നിലേക്ക് നിനക്ക് അടുക്കാൻ സാധിക്കുന്നില്ല. രണ്ട്, മാ ലാ തത്മഇന്നു ബിഹി, ഒരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ പിന്നീട് അതിലൊരു സംശയമില്ല, പിന്നീട് ഒരു സമാധാനം ഇല്ല. ഇതാണ് രണ്ട് കാര്യം. അതിൽ ഒന്നാമത് പറഞ്ഞു മാ ലാ തത്മഇന്നു ഇലൈഹി, ഒരു കാര്യത്തിലേക്ക് നിനക്ക് അടുക്കാൻ തന്നെ തോന്നുന്നില്ല. പല പണ്ഡിതന്മാർ ഒരുപാട് ഉദാഹരണങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇപ്പം നമ്മൾ ഷെക്ക് കൊണ്ട് നമുക്ക് ഒരു കാര്യം ചെയ്യാനൊരു സമാധാനം കിട്ടില്ല. ഉദാഹരണത്തിന് അവർ പറയാണ്, നമുക്ക്
ഒരാൾ ബാത്റൂമിലേക്ക് പോയി അയാൾ ഖളാഉൽ ഹാജ കാര്യങ്ങളൊക്കെ നിർവഹിച്ചു. അയാൾ വുളു മുറിഞ്ഞു എന്നുള്ള കാര്യം ഉറപ്പാണ്, ടോയ്ലറ്റ് പ്രവേശിച്ചിട്ടുണ്ട്. പക്ഷേ അയാൾക്ക് സംശയമുണ്ട്, ഞാൻ അതിനുശേഷം വുളു എടുത്തിട്ടുണ്ടോ ഇല്ലേ എന്നൊരു സംശയം. പുറത്തിറങ്ങി നമ്മൾ ഇരിക്കുകയാണ്. അപ്പോൾ പുറത്തിറങ്ങി നിസ്കാരത്തിൻ്റെ സമയമായി, അപ്പോൾ ബാത്റൂമിൽ പോയിട്ടുണ്ട്, പക്ഷേ വുളു എടുത്തോ ഇല്ലേ എന്നുള്ള കാര്യം സംശയമാണ്. അപ്പോൾ എന്താണ് നമ്മൾ ചെയ്യുക? നമുക്ക് ഇങ്ങനെ ഈ ഒരു അവസ്ഥയിൽ പോയി നിസ്കരിക്കാൻ പ്രയാസമായിരിക്കും. ഈ ഒരു അവസ്ഥയിൽ പോയി നിസ്കരിക്കാൻ നമുക്ക് മനസ്സ് സമ്മതിക്കൂല. കാരണം എന്താണ്? നമുക്ക് വുളു മുറിഞ്ഞ കാര്യം ഉറപ്പാണ്, കാരണം ബാത്റൂമിൽ അതിനാണ് പോയത്. പക്ഷെ അതിനുശേഷം അവിടെ വെച്ച് നമ്മൾ വുളു എടുത്തോ എന്നുള്ള കാര്യം സംശയത്തിലാണ്. ഇവിടെ പണ്ഡിതന്മാർ പറയുന്നു, നിനക്ക് ഈ വുളു ഇല്ലാതെ എനിക്ക് നിസ്കരിക്കാൻ പോകുന്ന പോലെയാണ് എൻ്റെ മനസ്സുണ്ടാവുക. അവിടെ നീ എന്ത് ചെയ്യുക? സംശയമില്ലാത്തത് ആദ്യത്തെ കാര്യമാണ്. വുളു മുറിഞ്ഞു എന്നുള്ള കാര്യത്തിൽ സംശയമില്ലല്ലോ. അപ്പൊ ആ സംശയമില്ലാത്തതിലേക്ക് നീ മടങ്ങുക, വുളു എടുക്കുക, അങ്ങനെ ആ സംശയം അടച്ചു കളയുക എന്നാണ്. അതേപോലെ അതിന് തിരിച്ചുണ്ട്. നമ്മൾ വുളു എടുത്ത് വന്നു, വുളു എടുത്ത ഒരാൾ വുളു എടുത്ത് പോന്നു, വീട്ടിൽ നിന്ന് വുളു എടുത്ത് വന്നതാണ്, മസ്ജിദിലേക്ക് എത്തി നിൽക്കുന്ന സമയത്ത് വുളു മുറിഞ്ഞോ എന്നൊരു സംശയം. വുളു മുറിഞ്ഞോ എന്നുള്ളത് കേവലം ഒരു സംശയമൊക്കെ ഉണ്ടാവുകയാണ്. എവിടെയില്ല അയാൾ വഴിയുന്ന വുളു മുറിയുന്നതായിട്ട് ഒരു ഓർമ്മയിലുമില്ല, പക്ഷെ വെറുതെ ഒരു സംശയം. ഇവിടെ നമ്മൾ എന്ത് ചെയ്യേണ്ടതില്ല, ആ സംശയത്തിലേക്ക് നമ്മൾ നോക്കേണ്ടതില്ല. മറിച്ച് നമുക്ക് യഖീനായ കാര്യം എന്താണ്? ഞാൻ വീട്ടിൽ നിന്ന് വുളു എടുത്തിട്ടാണ് പുറപ്പെട്ടത്, അതിൽ യാതൊരു സംശയമില്ല. വീട്ടിൽ നിന്ന് വുളു എടുത്ത് നടന്ന് പുറപ്പെട്ടതാണ്, അതിലെനിക്കൊരു സംശയമില്ല. അതുകൊണ്ട് അതിലേക്ക് മടങ്ങുക എന്നുള്ളതാണ് അതിനൊരു ഖായിദ. നമുക്ക് ഖവായിദുൽ ഫിഖ്ഹിയിൽ, ഫിഖ്ഹിന്റെ അടിസ്ഥാനങ്ങളിൽ ഒരു ഖായിദയുണ്ട്, അൽ യഖീനു ലാ യുർഫഉ ബിശ്ശക്ക് ലാ യുസാലു ബിശ്ശക്ക്. യഖീൻ, ഉറപ്പുള്ള കാര്യം എന്ന് പറയുന്നത് അത് സംശയത്തിന്റെ പേരിൽ നമ്മൾ ഉയർത്തപ്പെടാനോ നീങ്ങാനോ പാടില്ല. യഖീൻ എന്താണോ അതനുസരിച്ച് ചെയ്യുക എന്നുള്ളതാണ്. അതേപോലെ തന്നെ പണ്ഡിതന്മാർ പറഞ്ഞ ഈ ഒരു രീതിയിൽ, അത് മാല തത്മ ഇന്നു ഇലൈഹി, നമുക്ക് ഒന്നിലേക്ക് ഒരു മനസ്സമാധാനം കിട്ടാത്ത എന്നതിലേക്ക് അവർ പറഞ്ഞ ഒരു കാര്യമാണ്. ഏതെങ്കിലുമൊക്കെ വിഷയത്തിൽ പണ്ഡിതന്മാരുടെ വ്യത്യസ്ത അഭിപ്രായങ്ങൾ നമ്മൾ കാണുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ബഹുഭൂരിപക്ഷം പണ്ഡിതന്മാരും ഒരു അഭിപ്രായം സ്വീകരിച്ചത് നമുക്ക് കാണാൻ സാധിക്കും. എന്നാൽ ഒറ്റപ്പെട്ട ചില പണ്ഡിതന്മാർ ചില അഭിപ്രായങ്ങളും പറഞ്ഞിട്ടുണ്ടാകും. അപ്പം അങ്ങനെയുള്ള ഒറ്റപ്പെട്ട അഭിപ്രായങ്ങൾ എടുക്കുന്ന സമയത്ത് മിക്കവാറും സമയത്ത് നമ്മുടെ മനസ്സിനൊരു സമാധാനം കിട്ടുകയില്ല. അപ്പം ഏതുപോലെ പണ്ഡിതന്മാർ ഉദാഹരണം പറഞ്ഞത്, ഇപ്പോൾ നോമ്പെടുത്ത് കഴിഞ്ഞാൽ ഹിജാമ ചെയ്താൽ നോമ്പ് മുറിയുമോ ഇല്ലേ എന്നുള്ളത് എന്താണ് അഭിപ്രായ വ്യത്യാസമുള്ള കാര്യമാണ്. ഹിജാമ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, കപ്പിംഗ് എന്ന് പറയും അല്ലെ. പണ്ടൊക്കെ കൊമ്പ് വെക്കൽ എന്നാണ് അതിനെ പറയാറുള്ളത്, കാരണം കൊമ്പ് വെച്ചിട്ടാണ് ഉപയോഗിക്കാറുള്ളത്. അവിടെ ഒരു പ്രഷർ കൊടുത്തുകൊണ്ട് ശരീരത്തിൽ ചെറിയ മുറിവുണ്ടാക്കി മോശം രക്തത്തെ വലിച്ചെടുക്കുക എന്നുള്ള ചികിത്സയാണത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഒരു ചികിത്സയാണ് അത്. അതിനു മുമ്പും അത് ഉപയോഗിക്കപ്പെടാറുണ്ട് എന്ന് കാണാൻ സാധിക്കും. അതിനു മുമ്പും അത് ലോകത്തെ ജനങ്ങൾ ഇത് ചികിത്സയായി ഉപയോഗിക്കാറുള്ള ഒരു കാര്യം തന്നെയാണ്, അതൊരു ചികിത്സയാണത്. അപ്പൊ നോമ്പെടുത്തു കഴിഞ്ഞാൽ, ഇങ്ങനെ ഹിജാമ ചെയ്താൽ, ഇങ്ങനെ രക്തം എടുത്തു കഴിഞ്ഞാൽ നോമ്പ് മുറിയുമോ ഇല്ലേ എന്നുള്ളത് അഭിപ്രായ വ്യത്യാസമുള്ള വിഷയമാണ്. ബഹുഭൂരിപക്ഷം പണ്ഡിതന്മാരും അത് നോമ്പ് മുറിയെന്നാണ് പറയുന്നത്. ചില പണ്ഡിതന്മാർ പറഞ്ഞില്ല, അത് നോമ്പ് മുറിയുന്നതായിട്ട് പറയാൻ സാധിക്കില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ ഹിജാമ ചെയ്തതായിട്ട് വന്നിട്ടുണ്ട്. ആ രൂപത്തിലൊക്കെ ചില അഭിപ്രായങ്ങൾ എടുത്തതിന്റെ നേർക്കുനേരുള്ള തെളിവുകളില്ല, ചില അഭിപ്രായങ്ങൾ മനസ്സിലാക്കിയതിന്റെ പേരിൽ അവർ പറയാറുണ്ട്. അപ്പൊ ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം അതൊരു റെയ്ബ് ഉണ്ടാക്കുന്ന, സംശയം ഉണ്ടാക്കുന്ന കാര്യം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? അങ്ങനെ ഒരു ചികിത്സ ഒരാൾക്ക് ചെയ്യേണ്ടി വന്നാൽ ഒരു ഫജറിന് മുമ്പേ ചെയ്യുക, അല്ലെങ്കിൽ മഗ്രിബിന് ശേഷം ചെയ്യുക. കാരണം നമുക്ക് അതിനൊരു സമാധാനം കിട്ടൂല. കാരണം റമളാൻ നോമ്പാണ്, നിർബന്ധ നോമ്പാണ്. അതിനി അങ്ങാനും അത് ബാത്തിലായി പോയിട്ടുണ്ടെങ്കിലോ, നോമ്പ് ഫസാദായി പോയിട്ടുണ്ടെങ്കിലോ നമുക്ക് സംശയം ഉണ്ടാക്കുന്ന കാര്യമാണ്. അപ്പോൾ അതവിടെ വിഷയം ഇതാണ്, പണ്ഡിതന്മാർ ബഹുഭൂരിപക്ഷവും ഒരു അഭിപ്രായം ശക്തമായി പറയുകയും അതിനെതിരായിട്ട് ചില പണ്ഡിതന്മാരുടെ അഭിപ്രായങ്ങൾ കാണുകയും ചെയ്യുമ്പോൾ നമുക്ക് അതിലേക്ക് മനസ്സിന് എന്തുണ്ടാവില്ല, ഒരു സമാധാനം ഉണ്ടാവുകയില്ല. അതാണ് മാല തത്മ ഇന്നു ഇലൈഹി, നമുക്ക് അതിലേക്ക് അടുക്കാൻ വേണ്ടി ഒരു സമാധാനം ഉണ്ടാവുകയില്ല. അതേപോലെയാണ് നമ്മൾ മുമ്പ് ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഹൈലുള്ള ആർത്തവ കാര്യങ്ങൾ മസ്ജിദിലേക്ക് പ്രവേശിക്കുക എന്നുള്ളത്. ഇത് ചില പണ്ഡിതന്മാർ അനുവദിച്ചിട്ടുണ്ട്, എന്നാൽ ബഹുഭൂരിപക്ഷം പണ്ഡിതന്മാരും എന്ത് ചെയ്തിട്ടുണ്ട്, അത് പാടില്ല. ആർത്തവകാരികൾക്ക് മസ്ജിദിലൂടെ നടന്നു പോകാം, ഒരു വഴിയിലൂടെ കടന്നു പോകുന്നത് കുഴപ്പമില്ല. പക്ഷെ അവിടെ മുക്സ്, അവിടെ താമസിക്കാൻ, ഇരിക്കാൻ, നിസ്കരിക്കാതെ വെറുതെ ഇരിക്കുക എന്നുള്ളത് അവരെ സംബന്ധിച്ചിടത്തോളം പാടില്ലാത്ത കാര്യമാണ്. അപ്പൊ അതൊരു പാപം കിട്ടുമോ ഇല്ലേ എന്നുള്ളൊരു സംശയം ഉണ്ടാക്കുന്ന കാര്യമാണ്. അപ്പൊ എന്ത് ചെയ്യണം? എരീബുക്ക് ഇല്ല മാല എരീബുക്ക്, നിനക്ക് പുറത്തിരിക്കുന്നതിൽ ഇപ്പൊ യാതൊരു സംശയമില്ലല്ലോ. വഖഫ് ചെയ്യാത്ത മസ്ജിദിന്റെ പുറത്ത് സൗകര്യം, അവിടെ ഇരിക്കുന്നതിൽ ഇപ്പൊ ആർക്കും ഒരു സംശയമില്ല, ഒരു കുഴപ്പമില്ല. പക്ഷെ ഇതിലിരിക്കുന്നത് സംശയത്തിലാണ്, രണ്ടും വേണോ വേണ്ടേ എന്നുള്ള സംശയത്തിലാണ്. നമ്മുടെ മനസ്സിനൊരു
തൃപ്തി കിട്ടുകയില്ല. അപ്പം അത് ഉപേക്ഷിക്കുക എന്നുള്ളതാണ്. അതേപോലെ തന്നെയാണ് ഇത്തരത്തിൽ വുളു ഇല്ലാതെ അല്ലെങ്കിൽ ഹൈലുള്ള സ്ത്രീകളൊക്കെ മുസ്ഹഫ് സ്പർശിക്കുക എന്നുള്ളത്. പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. ചിലർ പറഞ്ഞു മുസ്ഹഫ് സ്പർശിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല, ഹൈലുള്ളവർക്കൊക്കെ സ്പർശിക്കാം, വുളു ഇല്ലാതൊക്കെ സ്പർശിക്കാം. എന്നാൽ ബഹുഭൂരിപക്ഷം പണ്ഡിതന്മാരും പറഞ്ഞു ഇല്ല, അത് വുളുവോടുകൂടി അല്ലാതെ മുസ്ഹഫ് സ്പർശിക്കാൻ പാടില്ല. ഖുർആൻ ഓതാം, മൊബൈലിലൊക്കെ ഖുർആനൊക്കെ നമുക്ക് ഓതാം, അത് മൊബൈൽ പിടിച്ചുകൊണ്ട് ഓതാം, കുഴപ്പമില്ല. മൊബൈലിന്റെ പേജൊക്കെ മറിക്കുന്നുണ്ട്, കുഴപ്പമില്ല. പക്ഷെ മുസ്ഹഫ്, നമ്മുടെ പേപ്പറിൽ ഇങ്ങനെ പ്രിന്റ് ചെയ്തിട്ടുള്ള മുസ്ഹഫ്, അത് സ്പർശിക്കാൻ വുളു വേണം. അപ്പൊ അത് സഹോദരങ്ങളെ നമുക്ക് എന്ത് ചെയ്യില്ല, മനസ്സിനൊരു പ്രയാസം ഉണ്ടാക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് അത്തരത്തിലൊക്കെ എന്ത് ചെയ്യണം, നമ്മൾ അതിൽ നിന്ന് ഉപേക്ഷിക്കുക, അതിൽ നിന്ന് വിട്ടു നിൽക്കുക എന്നുള്ളതാണ് അവിടെ നമ്മൾ ചെയ്യേണ്ടത് എന്ന് പണ്ഡിതന്മാർ പറഞ്ഞതായി കാണാൻ സാധിക്കും. സഹോദരങ്ങളെ, ഈ ഹദീസ് എന്ന് പറയുന്നത് ഒരുപാട് സ്ഥലത്ത് നമുക്ക് സൂക്ഷ്മത കാണിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. നമുക്ക് സംശയമുള്ള, പേടി തോന്നുന്ന കാര്യങ്ങളിൽ നിന്നൊക്കെ വിട്ടു നിൽക്കുന്ന വലിയൊരു കാര്യമാണ്. നമുക്ക് ഏതെങ്കിലും ഒരു കാര്യം ചെയ്യാൻ പോകുന്നതിന് മുമ്പ്, എന്തെങ്കിലുമൊക്കെ ഒരു കാര്യം പറയാൻ പോകുന്നതിന് മുമ്പ്, ഒരു നിലപാടെടുക്കാൻ പോകുന്നതിന് മുമ്പ് നമ്മുടെ മനസ്സിനൊരു പ്രയാസം തോന്നുന്ന സമയത്ത് നമ്മൾ ശരിക്കും പുനഃപരിശോധിക്കാൻ നമുക്ക് ഉതകുന്ന, അതിന് സഹായകമാകുന്ന ഒരു ഹദീസാണ്. കാരണം നമുക്കത് സംശയമുണ്ട്, നീ ഇലാമാലായിരിക്കും, സംശയം ഇല്ലാത്ത വളരെ വ്യക്തതയുള്ള കാര്യപ്പുറത്തുണ്ട്, അതിലേക്ക് നീ മടങ്ങുക, അതിലേക്ക് മടങ്ങുക എന്നുള്ളതാണ്. രണ്ടാമത്തെ നമ്മൾ പറഞ്ഞു മാല തത്മഇന്നു ബിഹി, ചെയ്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒരു സമാധാനം കിട്ടൂല. ഒരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ അതിൽ സമാധാനം കിട്ടുകയില്ല. അപ്പം അതിൽപ്പെട്ടതാണ് നിഷിദ്ധങ്ങളായ കാര്യങ്ങൾ, ഹറാമായ കാര്യങ്ങളാണ് എങ്കിൽ നമുക്ക് അത് ചെയ്തു കഴിഞ്ഞാൽ മനസ്സിന് വല്ലാത്ത ബേജാറും പ്രയാസങ്ങളൊക്കെ ഉണ്ടാകും. അവിടെ നമ്മൾ എന്ത് ചെയ്യണം, അത്തരം കാര്യങ്ങൾ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ മനസ്സിന് ടെൻഷൻ ഉണ്ടാക്കുന്ന, പ്രയാസങ്ങൾ ഉണ്ടാക്കുന്ന ഹറാമുകൾ അത് പൂർണ്ണമായും ഉപേക്ഷിക്കുക എന്നുള്ളതാണ്. ഉദാഹരണത്തിന് ആളുകൾ പൊതുവെ നിസ്സാരമായി കാണുന്ന ഒരു നിഷിദ്ധത്തെക്കുറിച്ച് പറയുകയാണ് എങ്കിൽ എന്താണത്, കളവ് പറയുക എന്നുള്ളത്. കളവ് പറഞ്ഞു കഴിഞ്ഞാൽ, കളവ് പറഞ്ഞ വ്യക്തിക്ക് ഒരു കാര്യത്തിന് വേണ്ടി, ഒരു കാര്യലാഭത്തിന് വേണ്ടി, എന്തെങ്കിലുമൊക്കെ ഒരു ഉപകാരം കിട്ടുന്നതിന് വേണ്ടിയിട്ടൊക്കെ കളവ് പറഞ്ഞതായിരിക്കും. ആ കളവ് പറഞ്ഞാൽ സഹോദരങ്ങളെ, അവൻ്റെ മനസ്സിന് വല്ലാത്ത പ്രയാസമായിരിക്കും. കാരണം എന്താണ്, അവൻ്റെ മനസ്സിൽ ചിന്തിക്കുക, ഞാൻ ഈ കളവ് പറഞ്ഞ ചിലപ്പോൾ മറ്റും മനസ്സിലാക്കിയിട്ടുണ്ടാവും, ഞാൻ കളവാണ് പറഞ്ഞത്. അവൻ എന്നെ കണ്ടപ്പോൾ ഞാൻ കളവ് പറഞ്ഞത് അവൻ മനസ്സിലായിട്ടുണ്ട്. ചിലപ്പോൾ അവൻ ചിരിച്ചു കഴിഞ്ഞാൽ ഇവന് തോന്നലാണ്, ഞാൻ കളവ് പറഞ്ഞത് അവൻ മനസ്സിലായി, ഞാൻ പിടിക്കാൻ പെട്ടു, അവൻ എന്നെ കൃത്യമായി മനസ്സിലാക്കി. അതാണ് നസായിയുടെ റിവായത്തിലുണ്ട് എന്ന് പറഞ്ഞത്, ഫഇന്ന സിദ്ഖത്തു മുഅ്മിന വൽ കദിബ റീബ. തീർച്ചയായും സത്യസന്ധത എന്ന് പറയുന്നത് മനസ്സിന് സമാധാനം തരുന്ന കാര്യമാണ്. വൽ കദിബ റീബ. അതുപോലെ കളവ് എന്ന് പറയുന്നത് നമുക്കിങ്ങനെ സംശയം ഉണ്ടാക്കുന്ന, ഈ മാല എരീബു എന്ന് പറഞ്ഞാൽ നമുക്ക് സംശയം ഉണ്ടാക്കുന്ന കാര്യത്തിൽപ്പെട്ടതാണ് കളവ് പറയുക എന്നുള്ളത്. അപ്പം അത് കളവ് പറഞ്ഞ ആളുകളൊന്നും ചിരിച്ചാൽ പോലും, ആളുകളെ കണ്ട് ചിലപ്പോൾ സാധാരണ സലാം പറയുന്ന ആളായിരിക്കും, ചിലപ്പോൾ അങ്ങോട്ട് എന്തോ ആയാലും പോലും ഇവനൊരു കളവ് പറഞ്ഞു അല്ലെങ്കിൽ ഒരു തെറ്റായ കാര്യം ചെയ്തു കഴിഞ്ഞാൽ സഹോദരങ്ങളെ, അത് അവൻ്റെ മനസ്സിന് പ്രയാസം ഉണ്ടാക്കും. ഒരു തിന്മയുടെ കാര്യമാണ് പറഞ്ഞത്, ഏത് തിന്മയാകട്ടെ, ഏത് നിഷിദ്ധങ്ങളാകട്ടെ, ഇതൊരു മനുഷ്യൻ്റെ കൽബിന് വലിയ പ്രയാസങ്ങൾ ഉണ്ടാക്കുന്ന കാര്യമാണ്. അപ്പൊ അത് ഉപേക്ഷിക്കുക എന്നുള്ളതും ഈ ഹദീസിലുണ്ട്. തിന്മകൾ ഉപേക്ഷിക്കുക. ഇലമാല എരീബു, നിനക്ക് സംശയമില്ലാത്ത താഅത്തുകളിലേക്ക്, പുണ്യങ്ങളിലേക്ക് നീ തിന്മകൾ ഉപേക്ഷിച്ചുകൊണ്ട്, അഥവാ സത്യസന്ധതയിലേക്ക് വരിക. തിന്മ കളവ് ഉപേക്ഷിക്കുക. ഏതൊരു കാര്യത്തിലും സത്യസന്ധതയിലേക്ക് വരിക, കളവാകുന്ന കാര്യം ഉപേക്ഷിക്കുക എന്നത് സഹോദരങ്ങളെ ഈ ഹദീസിന്റെ വലിയ പാഠാണ്. അദ്ദേഹം ഷെയ്ഖ് സുലൈമാൻ അൽ-ഹൈലി ഹഫളഹുല്ലാ അദ്ദേഹം പറയുന്നുണ്ട്, ഹാദൽ ഹദീസു യദുല്ലു അലാ അന്ന മഖാസിദ ശരീഅത്തി അൻ തത്മഇന്ന നുഫൂസ്. ശരീഅത്തിന്റെ പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യത്തിൽപ്പെട്ടതാണ് മനസ്സിന് സമാധാനം കിട്ടുന്നത്. ശരീഅത്തിന്റെ അടിസ്ഥാന നിയമങ്ങളിൽപ്പെട്ടതാണ്. ശരീഅത്തിന്റെ അടിസ്ഥാന നിയമങ്ങളിൽപ്പെട്ടതാണ് മനുഷ്യന്റെ മനസ്സിന് സമാധാനമാണ്. സമാധാനം ഇല്ലാത്ത പ്രവർത്തനങ്ങളിലേക്ക് ചാടി പുറപ്പെടുക, അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് ചെയ്യുക എന്ന് പറയുന്നത് ശരീഅത്തിന്റെ താല്പര്യത്തിൽപ്പെട്ടല്ല. ഏത് കാര്യമാകട്ടെ, ഒരു കാര്യം പറഞ്ഞതിന് സമാധാനം ഇല്ലാത്ത കുഴപ്പങ്ങളും പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും ഭയങ്കരമായ ടെൻഷനുകളും ഇത് ശരീഅത്തിന്റെ നിയമങ്ങളിൽ എവിടെയില്ല. ശരീഅത്തിന്റെ നിയമങ്ങളെല്ലാം തന്നെ സമാധാനം നൽകുന്ന, മനസ്സിന് ആശ്വാസം നൽകുന്ന കാര്യങ്ങളാണ്. അപ്പൊ അത് നമ്മളൊരു അടിസ്ഥാനമായി മനസ്സിലാക്കേണ്ട കാര്യമാണ്. അങ്ങനെ സമാധാനക്കേട് ഉണ്ടാക്കുന്ന കാര്യത്തിന് വേണ്ടി നമ്മൾ ഇറങ്ങി പുറപ്പെടാതെ സമാധാനം ഉണ്ടാക്കുന്ന കാര്യം, അതാണ് ഇസ്ലാം പഠിപ്പിക്കുന്ന, സമാധാനം ഉണ്ടാക്കുന്ന കാര്യമാണ്, അതിനുവേണ്ടി മനസ്സിലാക്കുക എന്നുള്ളതാണ്. ഇനി ഈ ഇലാമാല എരീബു, അതിന്റെ വിധി, സംശയമുള്ളത് ഒഴിവാക്കിയിട്ട് സംശയമില്ലാത്തതിലേക്ക് മടങ്ങുക എന്നുള്ളതിന്റെ വിധി എന്താണ്? അങ്ങനെ ചെയ്യുന്നതിന്റെ വിധി എന്താണ്?
ചില സമയത്ത് അത് വാജിബായിരിക്കും. ഏതുപോലെ നേരത്തെ നമ്മൾ സത്യസന്ധതയിലേക്ക്, കളവ് ഒഴിവാക്കിയിട്ട് സത്യസന്ധതയിലേക്ക് വരിക എന്ന് പറയുന്നത് വാജിബാണ്. സംശയമുള്ളത് അൽ കദിബാണ്. അത് സിദ്ഖാണ്, സത്യസന്ധതയാണ്. അപ്പൊ അത് കളവ് ഉപേക്ഷിച്ചിട്ട് സത്യസന്ധതയിലേക്ക് വരിക, മൊത്തത്തിൽ പറയുമ്പോൾ പാപങ്ങൾ ഉപേക്ഷിച്ചിട്ട് നന്മയിലേക്ക് വരിക, ഇത് വാജിബാണ്. എന്നാൽ അതല്ലാത്ത മുസ്തഹബായ കാര്യം ഉണ്ടാവും, നമുക്ക് വാജിബ് എന്ന് പറയാൻ പറ്റൂല. രണ്ട് കാര്യം വരുമ്പോൾ നമുക്ക് ചെറിയൊരു സംശയമുണ്ട്, അപ്പോൾ നമ്മൾ സംശയമില്ലാത്തതിലേക്ക് മടങ്ങുക. അത് ഹറാമല്ല, പക്ഷെ നമുക്കൊരു സംശയം മാത്രമാണ്. അങ്ങനെ ചെയ്താൽ അത് നിഷിദ്ധമാകും, അങ്ങനെ ചെയ്താൽ അതൊരു പ്രശ്നമാകും എന്ന സംശയത്തിൽ സൂക്ഷ്മതയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, അതല്ലാത്ത മാർഗത്തിലേക്ക് വരികയാണ്. അത് എന്താണ്, മുസ്തഹബായ കാര്യമാണ്. അതിന്റെ വിധി എന്ന് പറയുന്നത് വാജിബല്ല, നിർബന്ധമല്ല, വളരെ പുണ്യകരമായ, നമുക്ക് ദീനിന് സൂക്ഷ്മത കിട്ടുന്ന കാര്യമായിട്ടാണ് പണ്ഡിതന്മാർ പറയുന്നത്. എന്നാൽ ഇവിടെ ഈ ഹദീസ് ശരിക്കും മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ വസ്വാസുള്ള അല്ലെങ്കിൽ ആ രൂപത്തിൽ പിശാചിന്റെ ദുർബോധനത്തിന് വിധേയമാക്കുന്ന ആളുകൾ എന്ത് ചെയ്യും, ഈ ഹദീസ് എപ്പോഴും മനസ്സിൽ വെച്ചിട്ട് സംശയമില്ലാത്തതിലേക്ക് മടങ്ങുക എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യും, ഈ പറയുന്ന അമലുകളൊക്കെ ആവർത്തിച്ച് ചെയ്യും. തഹാറത്തിന്റെ വിഷയത്തിലേക്കായിരിക്കും കൂടുതൽ. വുളു എടുത്താൽ തീരൂല, അതുപോലെ നിസ്കാരത്തിന്റെ നിയ്യത്ത് ശരിയായിട്ടില്ല, അല്ലെങ്കിൽ നിസ്കാരത്തിന്റെ എണ്ണം ശരിയായിട്ടില്ല, അങ്ങനെ എല്ലാത്തിലും സംശയം എന്ന് പറയും. എന്നിട്ട് അവർ ചിലപ്പോൾ ഈ ഹദീസ് ചിലപ്പോൾ തെളിവായിട്ട് മനസ്സിൽ കൊണ്ടുനടക്കും. എനിക്ക് വുളു എടുത്തോ സംശയം എടുക്കും, പിന്നെയും വുളു എടുക്കുക, പിന്നെയും സംശയം. അപ്പോൾ സംശയമുണ്ട്, വുളു എടുക്കുക. റക്കായത്തിൽ എപ്പോഴും സംശയം, 3 റക്കായത്ത് 2 റക്കായത്ത് ഇങ്ങനെ സംശയം. അപ്പൊ സംശയം ഒഴിവാക്കാൻ ഇങ്ങനെ റക്കായത്ത് കുട്ടി നിസ്കരിച്ചുകൊണ്ടേയിരിക്കുക. ചിലപ്പോൾ എത്ര റക്കായത്ത് നിസ്കരിച്ചാൽ ഇവന് സംശയം തീരൂല. അതുകൊണ്ട് പണ്ഡിതന്മാർ പറഞ്ഞു, 2 അവസ്ഥകളിൽ നമ്മൾ ഈ കാര്യം നോക്കേണ്ടതില്ല. 2 അവസ്ഥകളിൽ നോക്കേണ്ടതില്ല. ഒന്ന്, ഏത് ഇബാദത്ത് അതിൽ നിന്ന് വിരമിച്ചതിന് ശേഷമാണ് നമുക്ക് കേവല സംശയം ഉണ്ടാകുന്നതിൽ പരിഗണിക്കേണ്ടതില്ല എന്നാണ്. കേവല സംശയം, ഉറപ്പില്ല. ഇപ്പൊ നമ്മൾ മഗ്രിബ് നിസ്കരിച്ചു, അപ്പൊ നിസ്കാരമൊക്കെ കഴിഞ്ഞു, ഇനി നമുക്ക് ഉറപ്പില്ല, ഒരാൾക്കൊരു സംശയം. നമ്മൾ 2ാമത്തെ റക്കാത്ത് ഒരു സുജൂദല്ലേ ചെയ്തിട്ടുള്ളൂ, നമുക്കിപ്പോൾ വീഡിയോ റെക്കോർഡിംഗ് എടുത്ത് നോക്കാനും പറ്റില്ല ഇത് എന്താ സംഭവിച്ചത്. ഒരാൾക്കൊരു സംശയം, അതിൽ ഒരാൾ വെറുതെ സംശയം, ഉറപ്പൊന്നുമില്ല. നമ്മൾ 2ാമത്തെ റക്കാത്തിൽ ഒരു സുജൂദേ ചെയ്തിട്ടുള്ളൂ, എനിക്കൊരു സംശയമുണ്ട്, എന്താണ് അതിന്റെ വിധി? ലാൽത്തഫത്തൂലേ, അതിലേക്ക് നമ്മൾ തിരിഞ്ഞു നോക്കേണ്ടതില്ല. ഉറപ്പുള്ള ആരെങ്കിലും ഉണ്ടോ? ആർക്കെങ്കിലും ഉറപ്പുണ്ടോ? ഉറപ്പിച്ചു പറയാൻ പറ്റും, ഒരു സംശയമില്ല, എനിക്ക് ഒറ്റ സുജൂദ് ചെയ്തെന്ന് ഉറപ്പുണ്ടോ? അങ്ങനെയുള്ളവനുണ്ടെങ്കിൽ വരിക, അവൻ്റെ വാക്ക് എടുക്കാം, മറ്റേ വാക്ക് എടുക്കാം. നമുക്ക് സമയം കുറച്ച് കഴിഞ്ഞു, 1 മണിക്കൂറൊക്കെ കഴിഞ്ഞു, മഗ്രിബ് മാറ്റി സ്വീകരിക്കേണ്ടി വരും. പക്ഷെ ഒരാൾ വെറുതെ പറയണം, ഞാൻ റുക്കു ചെയ്യാതെയാണ് സുജൂദിക്ക് പോയെന്നെ ഒരു സംശയം, അല്ലെങ്കിൽ സുജൂദ് ഒറ്റൊന്ന് ചെയ്തിട്ടുള്ള സംശയം. ഒരാൾ സംശയം പറയാം, ആ സംശയത്തിലേക്ക് ഇബാദത്തിന് ശേഷം നോക്കൂല. ഏതുപോലെ വേറൊരു ഉദാഹരണം പറയണം, ഉംറ ചെയ്യാണ്, തവാഫ് കഴിഞ്ഞു 7 കഴിഞ്ഞു, നമ്മൾ മഖാം ഇബ്രാഹിമിന്റെ പിന്നിൽ വന്നിട്ട് 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കാൻ നിൽക്കുകയാണ്. അതല്ലെങ്കിൽ നമ്മൾ സഈ ആരംഭിക്കാൻ പോവുകയാണ്, ശേഷം ചെയ്യുന്ന കാര്യങ്ങളാണ്. അപ്പോൾ കൂട്ടത്തിൽ 4-5 ആളുണ്ട്. ഒരാൾ പറയണം, നമ്മൾ തവാഫ് 6 ചെയ്തിട്ടുള്ളൂ, ഒരാൾ 6 ചെയ്തിട്ടുള്ളൂ, ഉറപ്പുണ്ടോ? ഉറപ്പില്ല, എനിക്കിങ്ങനെ ഒരു സംശയം. 6 ചെയ്ത 7 ചെയ്ത സംശയം. ആ സംശയത്തിലേക്ക് തിരിഞ്ഞു നോക്കേണ്ടതില്ല. ഇബാദത്ത് കഴിഞ്ഞതിന് ശേഷം കേവല സംശയങ്ങൾ പരിഗണിക്കേണ്ടതില്ല. എന്നാൽ ഇബാദത്തിന്റെ ഉള്ളിലാണെങ്കിലും അതിന് വേറെ വിധിയാണ്. 6ാമത്തെ തവാഫ് എത്തുമ്പോൾ ഒരാൾ പറയാണ്, ഇത് 5 സംശയമുണ്ട്. അവൾക്ക് എല്ലാവർക്കും സംശയം, ശരിയാണ്, ഇത് 5 6 അങ്ങനെ സംശയമുണ്ട്. അവിടെ നമ്മൾ നേരത്തെ സുജൂദ് സഹവിന്റെ കാര്യമൊക്കെ പറഞ്ഞതുപോലെ നമ്മൾ ശരിക്കും ചിന്തിച്ച് നോക്കുക. നമുക്ക് 6 ഏകദേശം ഉറപ്പുണ്ടെങ്കിൽ 6 ഉറപ്പിച്ചിട്ട് 7ാമത്തെ ചെയ്താൽ മതി. ചില പണ്ഡിതന്മാർ പറഞ്ഞല്ല, സംശയം വന്ന അവിടെ യക്കീനുള്ള കാര്യം എന്താണ്, 5 ഉറപ്പാണ്, എല്ലാവർക്കും ഇത്തിഫാക്കാണ് 5, അതിലാരും കുറവ് പറയുന്നില്ല. 6 സംശയം, 5 ഉറപ്പിച്ച് 2 പൂർത്തിയാക്കിയാൽ മതി. അത് അതിന്റെ ഇബാദത്തിന്റെ ഉള്ളിലുള്ള സമയത്താണ്. പക്ഷേ ഇബാദത്ത് കഴിഞ്ഞിട്ട് മഖാം ഇബ്രാഹിമിന് പിന്നിൽ നിസ്കരിക്കുന്നതിന് മുമ്പോ അല്ലെങ്കിൽ സഈ ചെയ്യാൻ വേണ്ടിയിട്ട് സഫാ മർവയിലെത്തുന്ന സമയത്തൊക്കെയാണ് ഒരാൾ അത്ര സംശയമായിട്ട് വരികയാണെങ്കിൽ, ഇനി അതും വേണ്ട, ചില ആൾക്കാർ ചിലപ്പോൾ പിറ്റേ ദിവസമൊക്കെ വരും, നമ്മൾ ഇന്നലെ തവാഫ് 6 ചെയ്തിട്ടുള്ളൂ എന്നൊക്കെ ചോദിച്ചിട്ട് വെറുതെ, അതൊക്കെ പിശാച് ഉണ്ടാക്കുന്നതാണ്. നമ്മൾ അതിൽ കൊടുക്കേണ്ടതില്ല, നമ്മൾ തല കൊടുക്കേണ്ടതില്ല. അങ്ങനെ ഇബാദത്തിന് ശേഷം കേവല സംശയങ്ങൾ വ്യക്തമായി മനസ്സിലാക്കാം, സംശയങ്ങളാണ്. ഒരാൾ ഉറപ്പിച്ച് യക്കീനായാൽ പിന്നെ മാറ്റി ചെയ്യേണ്ടി വരും. ഉറപ്പിച്ച് യക്കീൻ, എനിക്ക് ഉറപ്പാണ്, ഒരു സംശയമില്ല എന്ന് പറഞ്ഞിട്ട് ഒരാൾ തെളിവ് ഹാജരാക്കിയാൽ നമ്മളത് മാറ്റി ചെയ്യേണ്ടി വരും. നിസ്കാര തവാഫ് എന്താണോ അതാണ് 1ാമത്തെ കാര്യം. 2ാമത്തെ കാര്യം, സഹോദരങ്ങളെ, ഒരാൾക്ക് ഇത്തരത്തിലുള്ള വസ്വാസ് വർദ്ധിച്ചാണ്, എന്ന് പറയും, എപ്പോഴും സംശയം. അങ്ങനത്തെ ഒരു വ്യക്തിയുടെ ഇത്തരത്തിലുള്ള സംശയങ്ങളും പരിഗണിക്കേണ്ടത്. വുളു കൊടുത്താൽ അവിടെ സംശയം, നിസ്കരിച്ചാൽ അവിടെ സംശയം, എന്താണ് ചെയ്യുന്നത് അതിലൊക്കെ സംശയമുണ്ട്. അങ്ങനെയുള്ളൊരു വ്യക്തിയും അയാൾ എന്ത് ചെയ്യേണ്ടതില്ല,
അയാളുടെ ശക്തിയിലേക്ക് നോക്കേണ്ടതില്ല. അങ്ങനെ നോക്കിയാൽ അയാൾ ഈ വസ്വാസിന്റെ അടിമയായി പോകും, പിശാചിന്റെ ഒരു തരത്തിലുള്ള ബന്ധനത്തിലായി പോകും. അങ്ങനെ ഒരുപാട് സഹോദരങ്ങൾ അല്ലാഹു അവർക്ക് ഷിഫ നൽകുമാറാകട്ടെ. കൽബിന്റെ പ്രശ്നമാണ് ഷിഫക്ക് അവൾ പ്രാർത്ഥിക്കേണ്ട ഒരു പ്രശ്നം തന്നെയാണിത്. നമ്മളതിലേക്ക് നോക്കേണ്ടത്. ഒരാൾക്കത് വർദ്ധിച്ചു, കാരണം വല്ലപ്പോഴും ഒരു വിഷയത്തിൽ ഉണ്ടായാലും അത് വേറെയാണ്. പക്ഷെ എന്ത് ചെയ്താലും അതിൽ സംശയമുള്ള ആളുകൾ, പണ്ഡിതന്മാർ പറഞ്ഞ എത്രത്തോളം ഒരാൾ പുഴയിൽ മുങ്ങിക്കുളിച്ചാൽ, കുളത്തിലൊക്കെ മുങ്ങിക്കുളിച്ചാലും എഴുന്നേറ്റിട്ട് നോക്കും ഇവിടെയൊക്കെ വെള്ളമായോ എന്ന് സംശയം. അങ്ങനത്തെ ആൾക്കാരുണ്ട്. അപ്പോൾ അദ്ദേഹത്തോടൊരു പണ്ഡിതൻ പറഞ്ഞത്, ഈ സംശയമായിട്ട് വന്നപ്പോൾ നിനക്ക് നിസ്കാരം ബാധകമല്ല എന്ന് പറഞ്ഞു. അപ്പം എന്താ, എനിക്ക് ബുദ്ധിയില്ലാത്ത നിസ്കാരമില്ല. നമ്മൾ ഷർത്ത് പറഞ്ഞാൽ അക്കല് നിർബന്ധമാണ്. കാരണം കുളത്തിൽ മുങ്ങിയിട്ട് ഇനിയും വെള്ളമായെന്ന സംശയം, കുളത്തിൽ മുങ്ങി എണീച്ചിട്ട് ഇനിയും സംശയം ഇവിടെയൊക്കെ വെള്ളമായോ, ഇങ്ങനെ തന്നെ നിസ്കരിക്കേണ്ട ആവശ്യമില്ല. കാരണം നിന്റെ അക്കല് പോയിട്ടുണ്ട്, മജ്നൂനാണ്, ഭ്രാന്തനാണ് എന്നാണ് ചില പണ്ഡിതന്മാർ അവരോട് മറുപടി പറഞ്ഞത്. കാരണം അങ്ങനെ ഒരു സംശയമുണ്ട്. നമ്മൾ നിസ്സാര തമാശ ധരിക്കണ്ട, അത് അങ്ങനെയുള്ള ആൾക്കാർ വരെ ഉണ്ട്. അത് ഷെയ്ഖ് സുലൈമാൻ റഹിമഹുല്ലാഹ് പറയുന്നുണ്ട്. മസ്ജിദ് നബവിയിൽ ഒന്നാമത്തെ സഫിൽ നിസ്കരിച്ചിട്ട്, ഒന്നാമത്തെ ഇമാമിന്റെ പുറകിൽ നിസ്കരിച്ചിട്ട് ഷെയ്ഖിനോട് ഒരാൾ നിസ്കാരം കഴിഞ്ഞപ്പോൾ ചോദിക്കുകയാണ്, ളുഹർ അസ്ർ ഏതാണ്, നമ്മൾ 3 നിസ്കരിച്ചിട്ടുള്ളൂ എന്നുള്ള സംശയമാണ്. കാരണം ഒരു സംശയം നേരെ ബാക്കിൽ ഇത്ര ആയിരങ്ങൾ അവിടെ സഫിൽ ഒരാൾക്ക് സംശയം, ഇയാൾക്ക് മാത്രം അങ്ങനെ ഒരു സംശയം വന്നിക്കാണ്. അപ്പം അത് പിശാചിന്റെ ഇടപെടലുകൾ അങ്ങനെ എല്ലാ കാര്യത്തിലും ഉണ്ടാകുന്ന ആളുകളുണ്ടെങ്കിൽ അവരും അതിലേക്ക് നോക്കേണ്ടതില്ല. അതല്ലെങ്കിൽ ഈ ഹദീസ് വെച്ചിട്ട് അവരെന്ത് ചെയ്യും, ഒരു തെളിവിന്റെ അടിസ്ഥാനത്തിൽ ചെയ്യുന്നത് പോലെയാണ് അവർ പിശാച് തോന്നിപ്പിക്കുക. പിശാച് അങ്ങനെയൊക്കെ വലിയ തന്ത്രശാലിയാണ്. പിശാച് ചിലപ്പോൾ ചില ആൾക്കാർ ഇടങ്ങാറാക്കാൻ വേണ്ടി ഹദീസൊക്കെ ആയിട്ടായിരിക്കും വരിക. സംശയമില്ലാത്ത എല്ലാത്തിനും സംശയം. ഈ ഹദീസ് പിശാച് ഒരു കായികയായി അവന്റെ തലയിൽ ഇട്ട് കൊടുക്കും. അപ്പോൾ അവൻ വിചാരിക്കും ഞാൻ വല്ല എൽമും സൂക്ഷ്മതയും വറയൊക്കെയാണ്, നല്ല സൂക്ഷ്മത കാണിക്കുന്ന വ്യക്തിയാണ് എന്ന് പുറത്ത് പിശാച് തോന്നിപ്പിച്ചു കൊടുക്കും. അവൻ യഥാർത്ഥത്തിൽ സൂക്ഷ്മതയല്ല കാണിക്കുന്നത്, യഥാർത്ഥത്തിൽ അത് പരിധി വിടലാണ്. അതിലേക്ക് നമ്മൾ പോകാൻ പാടില്ല. ചെറിയൊരു ഹദീസാണ്, അതുകൊണ്ട് തന്നെ നമുക്ക് അടുത്ത ഹദീസിലേക്ക് പോകാം. അൽ ഹദീസു الثاني عشر 12ാമത്തെ ഹദീസ്. عن أبي هريرة رضي الله عنه عن النبي صلى الله عليه وسلم قال من حسن إسلام المرء تركه ما لا يعنيه حديث حسن رواه الترمذي وغيره. നബി റഹിമഹുല്ലാഹ് വീണ്ടും 12ാമത്തെ ഹദീസും ബുഖാരിയിൽ നിന്നോ മുസ്ലിമിൽ നിന്നോ അല്ല, ഖാരിജ് സഹീഹൈനാണ്, ബുഖാരി മുസ്ലിമിൽ നിന്നും പുറത്താണ് ഈ ഹദീസ് റിവായത്ത് ചെയ്തത്. തിർമിദിയിൽ നിന്നാണ് അദ്ദേഹം കൊണ്ടുവന്നിട്ടുള്ളത്. റിവായത്ത് ചെയ്തത് മഹാനായ സ്വഹാബി അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ആണ്. അദ്ദേഹം പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ തൊട്ട് ഉദ്ധരിക്കുന്നു, മിൻ ഹുസ്നി ഇസ്ലാമിൽ മർഇ, ഒരു മുസ്ലിമിന്റെ ഏറ്റവും നല്ല ഇസ്ലാമിൽപ്പെട്ടതാണ് തർക്കുഹു മാ ലാ യഅനീഹി, അവനെ ബാധിക്കാത്തതായ കാര്യങ്ങൾ അവൻ ഉപേക്ഷിക്കുക എന്നുള്ളത് ഒരു മുസ്ലിമിന്റെ ഏറ്റവും നല്ല ഹുസ്നുൽ ഇസ്ലാമിൽ പെട്ടതാണ് എന്നാണ് പറയുന്നത്. ഈ ഹദീസ് സഹോദരങ്ങളെ, ഇത് സഹീഹാണോ അതല്ല ദഈഫാണോ എന്നുള്ളതിൽ പണ്ഡിതന്മാർക്കിടയിൽ ഒരുപാട് ചർച്ചയുള്ള, മുഹദ്ദിസുകൾ ചർച്ച ചെയ്തിട്ടുള്ള കാര്യമാണ്. പല പണ്ഡിതന്മാർ, നബി റഹിമഹുല്ലാഹ് അദ്ദേഹം ഹസൻ എന്ന് തന്നെയാണ് ഈ അൽ അർബഈനിൽ പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ റിയാദുസ് സാലിഹീനിലും ഈ ഹദീസ് ഹസൻ എന്ന് തന്നെയാണ് നബി റഹിമഹുല്ലാഹ്. അതുപോലെ അദ്ദേഹത്തിന്റെ അൽ അദ്കാർ, അത് അദ്ദേഹത്തിന്റെ കിതാബാണ്, അതിലും ഈ ഹദീസ് ഉദ്ധരിച്ചിട്ട് ഹസൻ എന്ന് തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. ഷെയ്ഖ് സുലൈമാൻ റഹിമഹുല്ലാഹ് അദ്ദേഹമൊക്കെ അത് സഹീഹുൻ ലിഗൈരിഹി, സഹീഹായ അഥവാ നമുക്ക് തെളിവിന് പറ്റുന്ന ഒരു ഹദീസായിട്ട് തന്നെയാണ് പറയുന്നത്. അതുകൊണ്ട് ഇതിന്റെ തെളിവിന്റെ വിഷയത്തിൽ നമുക്ക് അഭിപ്രായ വ്യത്യാസമില്ല. അത് തെളിവിന് പറ്റുന്ന സ്വീകാര്യയോഗ്യമായ ഹദീസാണത്. എന്താണ് പറയുന്നത്? മിൻ ഹുസ്നി ഇസ്ലാമിൽ മർഇ, ഒരുവന്റെ ഏറ്റവും നല്ല ഇസ്ലാമിൽപ്പെട്ട കാര്യമാണ് എന്ന് പറഞ്ഞിട്ടാണ് പറയുന്നത് തർക്കുഹു മാ ലാ യഅനി, അവനെ ബാധിക്കാത്ത കാര്യം ഉപേക്ഷിക്കുക. അപ്പൊ എന്താണ് ഹുസ്നുൽ ഇസ്ലാം എന്ന് പറയുന്നത്? പല അഭിപ്രായങ്ങൾ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. ചിലർ പറഞ്ഞു മിൻ മഹാസിനുൽ ഇസ്ലാം, ഇസ്ലാമിന്റെ മനോഹാരിതയിൽപ്പെട്ടതാണ് എന്നാണ് പറഞ്ഞത്. ഇസ്ലാമിന്റെ മനോഹാരിതയിൽ, ഇസ്ലാമിന് ഒരുപാട് മഹാസിനുകളുണ്ട്. അത് പണ്ഡിതന്മാർ ചില കിതാബുകളാണ് എഴുതാറുണ്ട്. മഹാസിനുൽ ഇസ്ലാം, ഇസ്ലാമിന്റെ മനോഹരമായ സ്വഭാവങ്ങൾ, മര്യാദകൾ, ഇതൊക്കെ വായിക്കുമ്പോൾ തന്നെ, കേൾക്കുമ്പോൾ തന്നെ ഇസ്ലാമിനോട് ആഗ്രഹം വരുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. മറ്റ് ദർശനങ്ങളിലോ മതങ്ങളിലോ ഒന്നും കാണാത്ത ഇസ്ലാമിന്റെ പരിപാവനമായ ഒരുപാട് ആദർശങ്ങൾ. അത് ഓരോന്നും വായിക്കുന്ന സമയത്ത് ഒന്നോ രണ്ടോ ഒക്കെ മതി ചിലർക്ക് മനസ്സിലായി ഇസ്ലാം എങ്ങനെയാണ് ഓരോ ആളുകളെയും പരിഗണിക്കുന്നത്, ഇസ്ലാം ഓരോരുത്തർക്കും കൊടുക്കുന്ന ബാധ്യതകളും അതുപോലെ ഉത്തരവാദിത്തങ്ങളും എന്തുമാത്രം കൃത്യമായിട്ടാണ് അള്ളാഹുവിന്റെ നിയമങ്ങൾ, ഇതൊക്കെ മഹാസിനുൽ ഇസ്ലാമിൽപ്പെട്ടതാണ്.
അപ്പം അതിൽ പെട്ടതാണ്. നിന്നെ ബാധിക്കാത്ത കാര്യം നീ ഉപേക്ഷിച്ച് പോവുക, അതിൻ്റെ പിന്നാലെ നീ പോകണ്ട, നിന്നെ ബാധിക്കുന്നുണ്ടോ നോക്കി ചെയ്താൽ മതി എന്ന് ചില പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. വേറെ ചിലർ പറഞ്ഞു ഹുസ്നുൽ ഇസ്ലാം എന്ന് പറയുന്നത് ഒരുവന്റെ ഇസ്ലാമിൻ്റെ ഒരു പദവിയാണ്, ഒരു ദർജയിലെത്തലാണ്. എന്താണ് ആ ദർജ? ആ ദർജ എന്ന് പറഞ്ഞാൽ സഹോദരങ്ങളെ, അത് ഒരു മനുഷ്യൻ അയാൾ സ്വന്തത്തോട് അക്രമം ചെയ്യുന്നതിൽ നിന്നും ഉയരുക എന്നാണ് അതിൻ്റെ അർത്ഥം. എന്താണ് ഒരാൾ സ്വന്തത്തോട് അക്രമം ചെയ്യുക? ളാലിമുൻ ലിനഫ്സി, ളാലിമുൻ ലിനഫ്സി എന്ന് പറഞ്ഞാൽ നിർബന്ധ ബാധ്യതകൾ വീഴ്ച വരുത്തുന്നവൻ, അല്ലെങ്കിൽ അള്ളാഹു നിഷിദ്ധമാക്കിയ കാര്യങ്ങൾ ചെയ്യുന്നവൻ, ഇവനാണ് ളാലിമുൻ ലിനഫ്സി, സ്വന്തത്തോട് അതിക്രമം. എന്താണ് സ്വന്തത്തോട് അതിക്രമം എന്ന് പറയാൻ കാരണം ഇവൻ വരുത്തുന്ന വീഴ്ച, ഇവൻ ചെയ്യുന്ന നിഷിദ്ധങ്ങൾ, ഇത് നാളെ ഇവന്റെ നഫ്സ് തന്നെയാണ് അനുഭവിക്കാനുള്ളത്. സ്വന്തത്തോടാണ് അതിക്രമം ചെയ്യുന്നത്. ഏതൊരു പാപവും അതാണ്. അള്ളാഹു താല ഇന്ന് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞാൽ നമ്മളത് ചെയ്താൽ അള്ളാഹുവിൻ്റെ എന്തെങ്കിലുമൊക്കെ നഷ്ടപ്പെടാനുണ്ടോ? റബ്ബ് സുബ്ഹാനഹു വ തആല ഒപ്പം നീ നശിച്ചാൽ, നീ ഇസ്ലാം സ്വീകരിച്ചിട്ടില്ല, നീ യുക്തിവാദിയായാലും, നീ എന്ത് തെമ്മാടിയായാലും അള്ളാഹുവിന് നഷ്ടമില്ല, ദീനുൽ ഇസ്ലാമിന് നഷ്ടമില്ല. ളാലിമുൻ ലിനഫ്സ്, നിന്നോട് നീ അക്രമം ചെയ്തു, നിന്റെ ശരീരത്തിനെ നരകത്തിലേക്ക് കൊണ്ടുവന്ന പണി നീ എടുത്തു, നീ അതിനെ ഇസ്ലാമിലായിക്കൊണ്ട്, സുന്നത്തിലായിക്കൊണ്ട്, നന്മകളിലായിക്കൊണ്ട് ആ നരകത്തിയിൽ നീ മോചിപ്പിച്ചില്ല എന്നേ അതിനർത്ഥമുള്ളൂ. സ്വന്തത്തോട് നീ അതിക്രമം പ്രവർത്തിച്ചു. അതാണ് ളാലിമുൻ ലിനഫ്സി എന്ന് പറയുന്നത്. അപ്പം അതിൽ നിന്നും ഒരാൾ ഉയർന്നുകൊണ്ട് അയാൾ പരമാവധി വാജിബുകൾ ചെയ്തിട്ട് അതുപോലെ തന്നെ ഹറാമുകൾ പൂർണ്ണമായി ഉപേക്ഷിക്കുന്ന ഒരവസ്ഥക്കാണ് ഹുസ്നുൽ ഇസ്ലാം എന്ന് പറയുന്നത്. ആ അവസ്ഥയിൽ ഒരാൾ എത്തിയാൽ അയാൾ ഹുസ്നുൽ ഇസ്ലാമിലെത്തി, ഇസ്ലാമിന്റെ ഹുസ്നിലെത്തി, നല്ലതിലെത്തി എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി അതിൽ തന്നെ ഒരുപാട് പദവികളുണ്ട്. ഹുസ്നുൽ ഇസ്ലാം ഒറ്റ പദവിയല്ല. ഹുസ്നുൽ ഇസ്ലാമിൽ എത്തണമെങ്കിൽ ഒരാൾ പൂർണ്ണമായി കൽപ്പനകൾ ചെയ്യണം, ഹറാമുകൾ ഉപേക്ഷിക്കണം. പിന്നീട് അതിൽ പദവികളുണ്ട്. അതിൻ്റെ ഏറ്റവും ഉന്നതിയിലുള്ള പദവിയാണ് നമ്മൾ ഹദീസ് ജിബ്രീൽ പഠിച്ച ഇഹ്സാൻ എന്ന് പറയുന്ന പദവി. എന്താണ് ഇഹ്സാനെ കുറിച്ച് പറഞ്ഞത്? നീ അൻത അബ്ദുല്ലാഹ് കഅന്നക തറാഹ്, റബ്ബിനെ നീ കാണുന്നത് പോലെ എന്നാണ്. റബ്ബിനെ കാണാൻ കഴിയില്ല ദുനിയാവിൽ, കാണുന്നത് പോലെ, റബ്ബ് മുന്നിലുണ്ട് എന്നതുപോലെ ഓരോ കാര്യം ചെയ്യാൻ ശ്രദ്ധിക്കുക. അത് നിനക്ക് സാധിച്ചിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യണം? ഫൈനഹു യറാക, അവൻ നിന്നെ കാണുന്നുണ്ട് എന്ന ബോധ്യത്തോടു കൂടി അയാൾ മർത്തബത്തുൽ മുറാഖബ അല്ലെങ്കിൽ മർത്തബത്തുൽ മുഷാഹദ, അള്ളാഹുവിനെ കാണുന്നത് പോലെ അല്ലെങ്കിൽ അള്ളാഹു നിന്നെ കാണുന്നത് പോലെ അത്ര ഉയർന്ന ലെവലിൽ നീ നിന്റെ ഇസ്ലാമിനെ കൊണ്ടെത്തിക്കുക. ഇതാണ് ഏറ്റവും വലിയ ദർജ എന്ന് പറയുന്നത്. സൂഫികൾ പറയുന്ന ദർജ അല്ല. സൂഫികൾക്ക് ഇങ്ങനെ ഒരു ദർജ, ജദ്ബിന്റെ ഹാൽ എന്ന് പറഞ്ഞാൽ പിന്നെ ഏറ്റവും തമ്മാടി ആവുക എന്നാണ് അർത്ഥം. ഇതിന് നേരെ വിപരീതമാണ് അവർ പറയാം. ജദ്ബിന്റെ ഹാലിലത്തെ ഒരു വാജിബ് തന്നെ ഇല്ല, ളാലിമുൻ ലിനഫ്സിയായി. നേരത്തെ നമ്മൾ പറഞ്ഞു ളാലിമുൻ നഫ്സിന്റെ പദവിയിൽ നിന്ന് ഉയർന്നാലാണ് ഹുസ്നുൽ ഇസ്ലാമിലെത്തുള്ളൂ. അതിന്റെ ഉയർന്ന പദവിയാണ് ഇഹ്സാൻ. അള്ളാഹുവിനെ കാണുന്നത് പോലെ ഇബാദത്ത് ചെയ്യണം, അള്ളാഹു എന്നെ കാണുന്നത് പോലെ ഇബാദത്ത് ചെയ്യണം. സൂഫികളുടെ പദവി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പദവിയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അവർക്ക് എന്തില്ല? അവർക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല ശരീഅത്തിന്റെ നിയമം ബാധകമല്ല. അതുകൊണ്ട് അവർ നിഷിദ്ധങ്ങളൊക്കെ ചെയ്യും. അവർ സദസ്സുകളിൽ കഞ്ചാവ് വലിക്കും, അവരുടെ സദസ്സുകളിൽ സംഗീതങ്ങൾ ഉണ്ടാകും, അവർ പാനീയങ്ങളായി അവർ മദ്യം സേവിക്കും, ഇതൊക്കെ ചെയ്യും. എന്നിട്ട് അവർ എനിക്കിനെ ശരീഅത്തിന്റെ ബാധകമില്ല, ഞാൻ വലിയ ദർജയിലെത്തി, ജദ്ബിന്റെ ഹാലിലാണ്, അതുകൊണ്ടാണ് നിസ്കരിക്കാത്തത്. അപ്പൊ നമ്മൾ പറയും CM മടവൂർ നിസ്കരിക്കലില്ല, നമ്മളിങ്ങനെ പരിഹസിച്ചു പറയും. അപ്പോൾ ഈ സൂഫിയാക്കളായ ആളുകൾ അവരെന്താണ് തമ്മിൽ പറയാന്നറിയാം, ഈ പൊട്ടന്മാർക്ക് എന്താ അറിയാം, CM മടവൂരൊക്കെ അവരൊക്കെ വലിയ പദവിയിലെത്തി, അതുകൊണ്ടാണ് നിസ്കാരം ഉപേക്ഷിച്ചത്. കാരണം നമ്മൾ സാധാരണ ദീൻ പഠിച്ച ഒരാൾ നിസ്കാരം ഉപേക്ഷിക്കാത്ത ഔലിയാന്നൊക്കെ പറഞ്ഞ് പരിഹസിക്കുമ്പോൾ ആ പരിഹാസം അവർക്ക് കൊള്ളൂല. കാരണം അതൊരു ഇൽമായിട്ടാണ് മനസ്സിലാക്കുന്നത്. ഈ വഹാബികൾക്ക് എന്താ അറിയാം, CM മടവൂരൊക്കെ വലിയ വെലായത്തിന്റെ ദർജയിലെത്തിയിട്ട് നിസ്കാരം ഉപേക്ഷിച്ചാൽ അത് പ്രശ്നമുള്ള കാര്യമല്ല. CM മടവൂർ നിസ്കരിക്കേണ്ട ആവശ്യമില്ല, CM മടവൂർ നോമ്പ് എടുക്കേണ്ട ആവശ്യമില്ല. ഇവരിങ്ങനെ പരിഹസിച്ചാൽ ക്ലിപ്പിടുക, CM മടവൂർ നോമ്പ് എടുക്കൂല്ല, നോമ്പ് എടുക്കുന്ന ആൾ മുറിപ്പിക്കും, ഇതൊക്കെ പറയാം. എന്തിൻ്റെ ആവശ്യം? CM മടവൂരിന് ഇബാദത്ത് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം ദർജ പുറത്തി വലിയ വേറെ ലെവലിലേക്ക് എത്തിപ്പോയി എന്നാണ് പറയുന്നത്. എന്നാൽ ഇസ്ലാമിന്റെ ദർജ എത്തുമ്പോൾ കൂടുമ്പോൾ യഥാർത്ഥത്തിൽ എന്താ സംഭവിക്കുക? ഇബാദത്തുകളിൽ കണിശത കൂടും. അവൻ നിർബന്ധത്തിന് പുറമെ സുന്നത്തുകൾ പൂർണ്ണമായി ചെയ്യും, ഒരു സുന്നത്ത് ഉപേക്ഷിക്കുകയില്ല. അവൻ ഹറാമുകൾ ഉപേക്ഷിക്കുന്നതിന് പുറമെ കറാഹത്തുകൾ കൂടി ഉപേക്ഷിക്കും, കറാഹത്തുകൾ കൂടി ചെയ്യുകയില്ല. അങ്ങനെ റബ്ബിനെ കാണുന്നത്, റബ്ബ് എന്നെ കാണുന്നത് പോലെ ഓരോ ഇബാദത്തും വളരെ കൃത്യതയോടുകൂടി കണിശതയോടുകൂടി ചെയ്യും. അതാണ് ഏറ്റവും വലിയ പദവി, ഇസ്ലാമിന്റെ പദവി അതാണ്. അമ്പിയാക്കളുടെ പദവി, സാലിഹീങ്ങളുടെ പദവി, ശുഹദാക്കളുടെ പദവി, ഇതാണ് ഏറ്റവും വലിയ പദവി. എന്നാൽ ഇവർ പഠിപ്പിക്കുന്നത് ഏറ്റവും താഴെയുള്ള പദവിയെ ഏറ്റവും മുന്തിയ പദവിയായി ഇബാദത്തും ചെയ്യേണ്ട ആവശ്യമില്ല എന്ന് പറയുന്ന
നേരെ അട്ടിമറിഞ്ഞ പദവികളാണ് അവർ പഠിപ്പിക്കുന്നത്. സാന്ദർഭികമായി പറഞ്ഞതാണ്. അപ്പോൾ ഹുസ്നുൽ ഇസ്ലാം എന്ന് പറയുന്ന സഹോദരങ്ങളെ നിർബന്ധമായ കാര്യങ്ങൾ പൂർണ്ണമായി ചെയ്ത് നിഷിദ്ധങ്ങളൊക്കെ ഒഴിവാക്കുക എന്നുള്ളതിൽ പെട്ടതാണ്. അപ്പം ആ പദവിയിലെത്തിയ ഒരാൾ ചെയ്യേണ്ട ഒരു കാര്യമാണ്, അല്ലെങ്കിൽ ആ പദവിയിൽ നമ്മൾ എത്താൻ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് എന്ത്? തർക്കുഹുമാലായ നിന്നെ ബാധിക്കാത്ത കാര്യങ്ങൾ പിന്നാൽ നീ പോണ്ടത് ഉപേക്ഷിക്കുക. അത് ഹുസ്നുൽ ഇസ്ലാമിന്റെ പദവിപ്പെട്ടതാണ്. നീ ആ പദവിയിലേക്ക് എത്തണം എന്ന താല്പര്യമാണ് ഈ ഹദീസിലുള്ളത്. ഒരു ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും, സ്വഹീഹ് മുസ്ലിമുള്ള ഹദീസാണ്. ഇദാ അഹ്സന അഹദുക്കും ഇസ്ലാമ, ഒരുവൻ അവന്റെ ഇസ്ലാമിനെ നന്നാക്കിയാൽ തുക്തബു ലഹു അൽ ഹസനതു ബിഅശ്രി അംസാലിഹ, ആ ദറജയിലേക്ക് എത്തിയാൽ, പാപങ്ങളൊക്കെ ഉപേക്ഷിച്ചിട്ട് ഹുസ്നുൽ ഇസ്ലാമിന്റെ പദവിയിലെത്തിയാൽ അവന് ഒരൊറ്റ അമലിന് 10 പ്രതിഫലം നൽകും. ഇലാ 700 ദഅഫ്, 700 ഇരട്ടി വരെ അയാൾക്ക് ലഭിക്കും. വതുക്തബു സയ്യ ഇദാ അമിലഹ ബിമിസ്ലിഹ ഹത്താ അല്ലാഹ്, തിന്മ ചെയ്ത പക്ഷെ ഒരു തിന്മയെ പകരമായി അല്ലാഹു തആല രേഖപ്പെടുത്തുകയുള്ളൂ. അപ്പൊ ഹുസ്നുൽ ഇസ്ലാമിന്റെ പദവിയിലെത്തിയ ആൾക്ക് മിനിമം അല്ലാഹു തആല 10 പ്രതിഫലം നൽകും. പിന്നീട് 700 ഇരട്ടി പറഞ്ഞു. അത് അവന്റെ ഇഹ്സാൻ വർദ്ധിക്കുന്നതിനനുസരിച്ചാണ്. അള്ളാഹുവിനെ കാണുന്നത് പോലെ ശ്രദ്ധിച്ച് ഒരു കുറവും വരുത്താതെ ഓരോ ഇബാദത്തും നിസ്കരിക്കുമ്പോൾ റബ്ബിത് കാണുന്നുണ്ട്, റബ്ബിത് കാണുന്നുണ്ട്, ഞാൻ എന്തെങ്കിലും തിന്മ ചെയ്യുമ്പോൾ പേടിച്ച് അതിൽ റബ്ബ് കാണുന്നുണ്ട് എന്ന് പറഞ്ഞ് ജീവിക്കുന്ന വ്യക്തികൾക്ക് സാധാരണ ആൾക്കാർ കിട്ടുന്ന പോലെ 10 അല്ല, 20, 30, 100, 500, 700 ഇരട്ടി വരെ ലഭിക്കും. അതാണ് ആ ഹദീസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഹുസ്നുൽ ഇസ്ലാമിന്റെ പദവിയിലെത്തി പ്രതിഫലങ്ങൾക്ക് അതിൻ്റെ മടങ്ങ് കൂടുകയാണ്. കാരണം റബ്ബിനെ അങ്ങനെ ഭയപ്പെടുന്ന ആളുകളാണ്. അതാണ് സഹോദരങ്ങളെ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നാണ് പറയുന്നത്. ശരി, എന്താണ് ഇവിടെ പറഞ്ഞത്? മിൻ ഹുസ്നുൽ ഇസ്ലാമി അൽ മറഇ, ഒരു മനുഷ്യന്റെ, ആണ് എന്നല്ല, ആണാകട്ടെ പെണ്ണാകട്ടെ, ഒരു മനുഷ്യന്റെ ഏറ്റവും നല്ല ഇസ്ലാമിൽപ്പെട്ട അല്ലെങ്കിൽ ആ പദവിയിലുള്ള ആളുകൾ സ്വീകരിക്കേണ്ട കാര്യമാണ് തർക്കുഹു മാല യഅനി, അവനെ ബാധിക്കാത്ത കാര്യം അവൻ ഉപേക്ഷിക്കുക. ഇനി നമുക്കറിയേണ്ടത് മാ ഹുവല്ലദീ ലാ യഅനി, ഒരാളെ ബാധിക്കാത്ത കാര്യം എന്ന് പറഞ്ഞാൽ എന്താണ്? അല്ല, അതറിയണമല്ലോ. എന്താണ് അവനെ ബാധിക്കാത്ത കാര്യം? പണ്ഡിതന്മാർ പറഞ്ഞ പല അഭിപ്രായങ്ങളിൽ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്നത് ഒന്ന് ഹുവ മാ ലൈസ മത്ലൂബൻ മിൻഹു ഔ മാ ലാ യുഫീദുഹു, അവനോട് ആവശ്യപ്പെടാത്ത കാര്യം, ശർഅ അവനോട് ആവശ്യപ്പെട്ടിട്ടില്ല, ചെയ്യാൻ അവനോട് ആവശ്യപ്പെട്ടിട്ടില്ല, അല്ലെങ്കിൽ അത് ചെയ്യുന്നതിൽ ഒരു ഉപകാരം അവനില്ല, അതാണ് മാ ലാ യഅനി, അവന് ബാധിക്കാത്ത കാര്യം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നതാണ്. അപ്പം ഏതുപോലെ ഇപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഒരു ഭരണവും അല്ലാഹു സുബ്ഹാനഹു വ തആല ഏൽപ്പിച്ചിട്ടില്ല, ഭരണാധികാരിയുടെ ഉത്തരവാദിത്വമൊന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല ഏൽപ്പിച്ചിട്ടില്ല. ഒരു മുസ്ലിം ഭരണാധികാരിക്ക് കൊടുത്ത ഉത്തരവാദിത്വം അല്ലാഹു നമ്മളെ ആരും ഏൽപ്പിച്ചിട്ടില്ല, ഈ കൂടിയിരിക്കുന്ന ആരും ഏൽപ്പിച്ചിട്ടില്ല, ലോകത്തെ ബഹുഭൂരിപക്ഷം ആളുകളെയും ഏൽപ്പിച്ചിട്ടില്ല. അല്ലാഹു തആല നമുക്ക് അങ്ങനെ ഒരു സുരക്ഷ നൽകി, അത്രയും ഉത്തരവാദിത്വം ഏൽപ്പിച്ചു. കാരണം അവർക്ക് ഒരുപാട് ഉത്തരവാദിത്വമുണ്ട്, ഉമ്മത്തിന്റെ മൊത്തം ഉത്തരവാദിത്വമുണ്ട്. അതുകൊണ്ട് അൽഹംദുലില്ലാഹ് അത്തരം കാര്യം നീ ഇടപെടാൻ നിൽക്കണ്ട. നിന്നെ ബാധിക്കാത്ത കാര്യം, നിന്നെ ഏൽപ്പിക്കാത്ത കാര്യമാണ്. ഭരണവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലൊക്കെ വലിയ വലിയ വർത്താനം പറയാം, അവിടെ അങ്ങനെ ചെയ്തില്ല, രാജാവ് ഇങ്ങനെ ചെയ്തില്ല, ഭരണാധികാരി നിന്നെ ഏൽപ്പിച്ചിട്ടില്ല. അള്ളാഹു തആല നിന്നെ അങ്ങനെ ഏൽപ്പിച്ചിട്ടേ ഇല്ല. ദീനിൽ നീ അതൊന്നും അഭിപ്രായം പറയേണ്ട ആവശ്യമില്ല. നിന്റെ കാര്യം, നിന്റെ കീഴിലുള്ള ഭരണം, നിന്റെ വീട്ടിലെ ഭരണം, നിന്റെ ചുറ്റുമുള്ള സാമൂഹികമായ കാര്യങ്ങൾ ഇടപെടൽ, അതിനപ്പുറത്തേക്ക് അന്താരാഷ്ട്ര തലത്തിലേക്ക് നീ അഭിപ്രായപ്പെടണം. നിന്റെ അടുത്ത് അത് ചോദിച്ചിട്ടില്ല. എല്ലാ മുസ്ലിമായ പ്രജകളും ലോകത്തുള്ള മുഴുവൻ മുസ്ലിമീങ്ങളും മുസ്ലിം ഭരണാധികാരികൾ എന്തു ചെയ്യുന്നു, അവരുടെ കാര്യങ്ങളൊക്കെ എന്താണ്, അവരെങ്ങനെ ഭരിക്കും, ഇതൊക്കെ അന്വേഷിച്ച് ഒരു റിസർച്ച് നടത്തി അവർ യോഗം വിളിച്ച് അത് ജനങ്ങളെ ഉത്ബോധിപ്പിച്ച് അവർക്കെതിരെ തിരിയണം, അവർക്ക് എന്തെങ്കിലും പറയണം. ഇത് ശർഅ നിന്നോട് ആവശ്യപ്പെട്ടിട്ടില്ല. നിന്റെ കാര്യം നോക്കിയാൽ മതി. അത് അള്ളാഹു നീ രക്ഷപ്പെടുത്തിയാണ്, നിനക്ക് അതൊന്നും ഏൽപ്പിച്ചില്ല. അള്ളാഹു എങ്ങാനും ആ മുസ്ലിം ഭരണാധികാരിയുടെ ഉത്തരവാദിത്വം നിനക്കുണ്ട്, നീ കാര്യമായി നോക്കി അതിന് പണിയൊക്കെ എടുത്തോളണം, അതിൽ കുറവ് കണ്ട നീ ഒരു പ്രക്ഷോഭമൊക്കെ നടത്തി അയാൾ അടിച്ച് താഴെ ഇട്ട് വേറെ ആളെ കൊണ്ടുവരണം, ഇതൊക്കെ നമ്മൾ ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിലോ എത്ര വലിയ ബാധ്യതയാണ്. സാധിക്കൂല, പ്രയാസമായിപ്പോയി. അങ്ങനെയൊക്കെ ചെയ്ത് മരിച്ചോളൂ, എന്നാലും കുഴപ്പമില്ല, അതൊക്കെ ജിഹാദാണ്, തീഞ്ഞ് പഠിപ്പിച്ചിട്ടില്ല. ഭരണാധികാരി എന്തോ ആവട്ടെ, നമ്മളെ അത് ഏൽപ്പിച്ചിട്ടില്ല, നമ്മളെ അത് ഏൽപ്പിച്ചിട്ടില്ല എന്നാണ്. അല്ലെങ്കിൽ മാല യുഫീദു, നിനക്കൊരു ഉപകാരമില്ലാത്ത കാര്യം, നമ്മൾ ഏതൊരു കാര്യം എടുത്തു നോക്കുമ്പോൾ ഉപകാരമുണ്ടോ ഇല്ലേ എന്ന് നോക്കുക. അത് സഹോദരങ്ങൾ, അതൊക്കെയാണ് തർക്കുഹു മാല യഅനി എന്ന് പറയുന്നത്. ഇതിന് വേറൊരു കാര്യം കൂടിയുണ്ട്. നമ്മളെ ബാധിക്കാത്ത കാര്യം നമ്മൾ ഉപേക്ഷിച്ചാൽ നമ്മളെ ബാധിക്കുന്ന കാര്യം നമ്മൾ ശ്രദ്ധിക്കാൻ പറ്റും, അപ്പോഴേ ശ്രദ്ധിക്കാൻ പറ്റും. അതുകൊണ്ടാണ് പണ്ഡിതന്മാർ ഖായിദ പറഞ്ഞിട്ടുള്ളത്, മനിഷ്തഗല ബിമാ തുലിബ മിൻ ഗൈരിഹി ഇൻശഗല അമ്മാ തുലിബ മിൻഹു. മനിഷ്തഗല ബിമാ തുലിബ മിൻ ഗൈരിഹി, നിന്നോട് ആവശ്യപ്പെടാത്ത മറ്റൊരാളോട് ആവശ്യപ്പെട്ട കാര്യത്തിൽ നീ വ്യാപൃതനായാൽ, അതിൽ നീ ശുഗലായാൽ, ഇൻശഗല അമ്മാ തുലിബ മിൻഹു, നിന്നോട് ആവശ്യപ്പെട്ട കാര്യത്തിൽ നീ എന്തായി പോവും, നീ അശ്രദ്ധനായി പോവും. നീ മറ്റുള്ളവന്റെ കാര്യം അത് അങ്ങനെ നോക്കിയാൽ അവിടുത്തെ രാജ്യം എന്ത് സംഭവിച്ചു, അവിടെ സൗദിന്റെ അടുത്ത്, ഇതിങ്ങനെയാണ് സംസാരം.
നിന്നോട് അള്ളാഹ് പറഞ്ഞിട്ടുണ്ട് 5 നേരം കൃത്യമായി നിസ്കരിക്കാൻ. അതിനൊന്നും നേരം ഉണ്ടാവില്ല. രാത്രി ജാഥയൊക്കെ വിളിച്ചു പോയി പിറ്റേന്ന് ഫജറില്ല. നിന്നോട് ബാധിക്കാത്ത കാര്യത്തിൽ നീ ഇടപെട്ടാൽ, ബാധിക്കാത്ത കാര്യത്തിൽ നീ വ്യാപൃതനായാൽ നിന്നോട് അള്ളാഹ് കൽപ്പിച്ച കുറെ കാര്യമുണ്ട്, അത് നിനക്ക് ചെയ്യാൻ സാധിക്കൂല. അതാ പറഞ്ഞ മനിഷ്തകല ബിമാ തുലിബ മിൻ ഗൈരി, വേറൊരാളോട് അള്ളാഹു താല ഏൽപ്പിച്ച കാര്യത്തിൽ നീ വ്യാപൃതനായാൽ ഇൻഷകല അമ്മാ തുലിബ, നിന്നോട് ഏൽപ്പിച്ച കാര്യം നിനക്ക് ശൂലായി പോകാൻ, നിനക്ക് ചെയ്യാൻ പറ്റാത്ത അവസ്ഥ. ഓരോരുത്തരും അവനോട് അള്ളാഹു എന്താണ് ഏൽപ്പിച്ചത് ചോദിക്കുക. സ്വന്തം നഫ്സിനോട് അള്ളാഹു എന്നോട് എന്തൊക്കെ കാര്യങ്ങൾ ഏർപ്പാടാക്കിയിട്ടുണ്ട്, എന്തൊക്കെ കാര്യങ്ങൾ അള്ളാഹു എന്നോട് നോക്കിയിട്ടുണ്ട്, അത് ചെയ്താൽ മതി. നാട്ടിലെ മുതലാളിമാരങ്ങനെ അവരങ്ങനെ ചെയ്യുന്നു, ഇവരിങ്ങനെ ഓരോ കുറ്റം പറയണ്ട, ഓരോരുത്തർ പൈസ ഉള്ളത് ഓര് ചെയ്തോളൂ. ആൾക്കാർക്ക് ഇവന്റെ കയ്യിലുള്ളത് ഇവൻ എന്ത് ചെയ്തു അയാളല്ല, മറ്റേ ആൾ കുറേ ഉണ്ട്, അയാളൊന്നും കൊടുത്തിട്ടില്ല, അയാൾ അങ്ങനെയാണ്, അയാൾ ഇങ്ങനെ കൊടുക്കുന്നില്ല, അയാൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട്, അയാളുടെ വീട്ടിൽ അത് നടക്കുന്നുണ്ട്, ഇതൊക്കെയായിരിക്കും ചിന്ത. നിന്റെ കയ്യിൽ അള്ളാഹു കുറച്ച് തന്നിട്ടില്ലേ, അതിൽ നീ എന്ത് ചെയ്തു? നിന്നോട് അള്ളാഹു തആല കുറച്ച് കാര്യങ്ങൾ ഉത്തരവാദിത്തം, അത് നീ എന്ത് ചെയ്തു? അത് നീ ശ്രദ്ധിക്കുക. മറ്റുള്ള കാര്യങ്ങളിലേക്ക് പോയി നീ പ്രയാസപ്പെടേണ്ടതില്ല. അതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നാണ്. രണ്ടാമത്തെ ഒരു ഉദ്ദേശം, രണ്ടാമത്തെ ഒരു അർത്ഥം, മാല ഫായിദത മിൻഹു ലക ഫിദ്ദീനി വദ്ദുനിയ തുഖല്ലിൽ മിൻഹു മസ്തത. ദുനിയാവിലെ ആഖിറത്തിലെ ഒരു ഉപകാരമില്ലാത്ത കാര്യമാണെങ്കിൽ സാധിക്കുന്നത്ര അത് കുറക്കുക. നിഷിദ്ധമായിരിക്കൂല, പക്ഷെ എനിക്ക് ഉപകാരമില്ലാത്തതാണെങ്കിൽ തർക്കുഹു മാല യഅനി എന്ന് പറഞ്ഞാൽ തുഖല്ലിൽ മിൻഹു മസ്തത, നിനക്ക് സാധിക്കുന്നത്ര കുറക്കാനാണ്. ഏതുപോലെ ഹറാമല്ലാത്ത സംസാരം, ഹറാമായ സംസാരം എന്തായാലും ഒഴിവാക്കേണ്ടതാണ്. ഹറാമല്ലാത്ത സംസാരം ഒരു ഉപകാരമില്ല ദുനിയാവിൽ, അതുകൊണ്ടൊരു കച്ചവടത്തിലോ അല്ലെങ്കിൽ വീട്ടിലോ ഒന്നും ഒരു ഉപകാരമില്ല, ആഖിറത്തിലൊരു ഉപകാരമില്ല. അങ്ങനത്തെ വെറുതെയുള്ള കുറേ സംസാരങ്ങൾ ഉണ്ടാകും. അതിൻ്റെ വിധി എന്ന് പറയുന്നത് എന്താണ്? തർക്കു മാലായ, നിനക്ക് ഉപകാരമില്ലാത്ത, ദുനിയാവിൽ ആഖിറത്തിൽ ഉപകാരമില്ലാത്ത കാര്യമാണ്, അത് നീ ഉപേക്ഷിക്കുക എന്നതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, മാ യൽഫളു മിൻ ഖൗലിൻ ഇല്ലാ ലദൈഹി റഖീബുൻ അതീദ്. നീ ഒരു കാര്യം ഉച്ചരിക്കുന്നില്ല, റഖീബും അതീദുമായി പതിയിരിക്കുന്ന സ്ഥാനത്തുള്ള മലക്കുകൾ അത് രേഖപ്പെടുത്തിയിട്ടല്ലാതെ. അതുകൊണ്ട് നിനക്ക് നീ ആവശ്യമില്ലാത്ത സംസാരങ്ങൾ ഉപേക്ഷിക്കുക. കാരണം ചില റിവായത്തുകൾ വന്നിട്ട് അതിന് ചെറിയ ദുർബലതയുണ്ട്, പക്ഷെ അർത്ഥം ശരിയാണ്. മിൻ ഹുസ്നി ഇസ്ലാമിൽ മർഇ, ഇസ്ലാമിന്റെ ഹുസ്നിൽപ്പെട്ടതാണ്, നല്ലതിൽപ്പെട്ടതാണ്. ഖില്ലത്തുൽ കലാം ഫീമാ ലാ യഅനി, നിന്നെ ബാധിക്കാത്ത കാര്യത്തിൽ നീ സംസാരം കുറക്കാവുന്നത്. ബാധിക്കുന്ന കാര്യത്തിൽ സംസാരിച്ചോളൂ, കുഴപ്പമില്ല. ബാധിക്കാത്ത കാര്യത്തിൽ നിന്റെ സംസാരം നീ കുറക്കുക എന്നുള്ളതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. പണ്ഡിതന്മാർ അതിൽ നിന്ന് പറഞ്ഞൊരു ഖായിദയാണ്, മാ ലാ തൽഹറു ഫായിദതുഹു ഫൽ അസ്ലു തർക്കുഹു. ഒരു കാര്യത്തിൽ ഒരു ഫായിദ നീ പ്രകടമല്ലെങ്കിൽ, ഫായിദ പ്രകടമല്ല, എന്തെങ്കിലും ഫായിദ ഉള്ളിൽ എവിടെയെങ്കിലൊക്കെ ഉണ്ടാവും, പ്രകടമല്ലാത്ത ഒരു ഫായിദാണ് അതിലുള്ളത്, പ്രകടമല്ല ഫായിദ എങ്കിൽ അത് ഉപേക്ഷിക്കുക എന്നുള്ളതാണ് ഏറ്റവും നല്ലത് എന്നാണ് പറഞ്ഞത്. നമ്മൾ പറഞ്ഞത് ഒരു ഖായിദയാണ്, മാ ലാ തൽഹറു ഫായിദതുഹു ഫൽ അസ്ലു തർക്കുഹു. ഒരു പ്രത്യേകിച്ച് ഫായിദ ഇല്ലാത്ത കാര്യമാണ് എങ്കിൽ, പ്രകടമല്ല, അതിൻ്റെ ഒരു ഉപകാരം പ്രകടമല്ലെങ്കിൽ അത് ഏറ്റവും നല്ലത് ഉപേക്ഷിക്കുക എന്നുള്ളതാണ്. ഷെയ്ഖ് സുലൈമാൻ റഹൈലി ഹഫളഹുല്ലാഹ് അദ്ദേഹം അതിനൊരു ആധുനിക ഉദാഹരണം പറയാം. അദ്ദേഹം പറഞ്ഞു, ചില സ്ത്രീകളുണ്ട്, ഭാര്യമാരുണ്ട്, ഒരു സംശയമൊന്നുമില്ല, എന്നാലും അവരുടെ ഭർത്താക്കന്മാരെ ഫോണൊക്കെ എപ്പോഴും ഇങ്ങനെ പരിശോധിച്ചുകൊണ്ടിരിക്കണം. അത് അവരുടെ ഒരു സൂക്കടാണ്, അത് ഇതിൽപ്പെട്ടതാണ്. നിനക്കൊരു ഉപകാരമില്ലാത്തൊരു കാര്യമാണത്. ഒരു പ്രത്യേകിച്ച് ഭർത്താവിൻ്റെ അടുത്ത് സംശയം ഉണ്ടാക്കുന്നതായ എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടായിട്ട് ഉറപ്പുവരുത്താനൊന്നുമല്ല, വെറുതെ എപ്പോഴും ഇങ്ങനെ ഭർത്താവിൻ്റെ ഫോൺ വെക്കുക ചെയ്യുക. ഭർത്താവ് ആരുടെങ്കിലൊക്കെ ചാറ്റ് ചെയ്യുന്നുണ്ടോ, ആരുടെങ്കിലൊക്കെ സംസാരിക്കുന്നുണ്ടോ, അങ്ങനെ ഉണ്ടോ. ഇതെന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ രൂപത്തിലേക്ക് അവർക്ക് സംശയങ്ങൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് ഭാര്യ ഭർത്താക്കന്മാരുടെ ബന്ധങ്ങളിൽ വിള്ളലുകൾ ഉണ്ടാക്കും, വീഴ്ച ഉണ്ടാക്കും. എന്നൊരു വിശ്വാസമില്ല. ആ രൂപത്തിലേക്കുള്ള സംസാരങ്ങൾ പരസ്പരം ഉണ്ടാകാൻ സാധ്യതകളാണ്. ഒരു ഉദാഹരണം അദ്ദേഹം പറഞ്ഞു മാത്രം. കാരണം ചിലർക്ക് ഒരാവശ്യമില്ലാതെ ഇത്തരം കാര്യങ്ങളിൽ ഇടപെടുക അല്ലെങ്കിൽ അങ്ങനെയുള്ള സംസാരങ്ങളിലേക്കൊക്കെ നോക്കുക എന്നുള്ളത് ഉണ്ട്. അപ്പം അദ്ദേഹം അത് പറയാണ്, അതിൻ്റെ ആവശ്യമില്ല. പിന്നീട് അദ്ദേഹം അവസാനമായി പറയുന്ന ഈ ഹദീസിലുള്ളൊരു ഫായിദയാണ്, ചില കാര്യങ്ങളുണ്ട് അത് നമ്മൾ മറ്റുള്ളവരുടെ വിഷയത്തിൽ ഇടപെടലാണ്, പക്ഷെ അത് നമ്മളോട് ചെയ്യാൻ, നമ്മളോട് മത്ലൂബാണ്, നമ്മൾ ആവശ്യപ്പെട്ട കാര്യം കൂടിയാണ്, എങ്കിൽ അത് നമ്മളെ ബാധിക്കുന്ന കാര്യം തന്നെയാണ്. ഏതുപോലെ നന്മ കൽപ്പിക്കുക, തിന്മ വിരോധിക്കുക എന്നുള്ളത് യഥാർത്ഥത്തിൽ മറ്റുള്ളവരുടെ കാര്യത്തിൽ ഇടപെടലല്ലേ. നന്മ കൽപ്പിക്കലും തിന്മ വിരോധിക്കലും തീർച്ചയായും നമ്മൾ നിസ്കരിക്കുക, നമ്മൾ മുമ്പെടുക്കുക, നമ്മൾ ഹറാമ് ഒഴിവാക്കുക, അത് നമ്മളെ ബാധിക്കുന്ന കാര്യമാണ്, നമ്മുടെ വിഷയമാണ്. പക്ഷെ നീ നിസ്കരിക്കണം, നീ നോമ്പെടുക്കണം, നീ സിഗരറ്റ് വലിക്കാൻ പാടില്ല, കള്ളുടിക്കാൻ പാടില്ല, ഹറാമ് ചെയ്യാൻ പാടില്ല എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ മറ്റുള്ളവരുടെ വിഷയത്തിൽ ഇടപെടലല്ലേ. ചിലർ ഈ ഹദീസ് എടുത്തിട്ടുണ്ട്, തർക്കവും മാലായ, നിന്നെ ബാധിക്കാത്ത ഉപേക്ഷിക്കും, നിന്റെ കാര്യം നോക്കണം, മറ്റുള്ളവരുടെ കാര്യമൊക്കെ നോക്കണം. അല്ല, അല്ലാഹു സുബ്ഹാനഹു വ തആല
നമ്മളോട് കൽപ്പിച്ചിട്ടുള്ള കാര്യത്തിൽപ്പെട്ടതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അനവധി ഹദീസുകളിൽ പറഞ്ഞിട്ടുള്ള, നിങ്ങൾക്ക് ശിക്ഷ ഇറങ്ങാൻ കാരണമാകുമെന്ന് പറഞ്ഞിട്ടുള്ള കാര്യമാണ് ലതഅ്മുറുന്ന ബിൽ മഅറൂഫ് വതൻഹൗന അനിൽ മുൻകർ. നിങ്ങൾ നന്മ കൽപ്പിക്കുക തന്നെ വേണം, തിന്മ വിരോധിക്കുക തന്നെ വേണം. അതല്ലെങ്കിൽ നിങ്ങൾക്ക് ശിക്ഷ വന്നിറങ്ങുന്നത് നിങ്ങൾ ഭയപ്പെട്ടുകൊള്ളുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ബനൂ ഇസ്രായേലുകാരുടെ പ്രശ്നമായിട്ട് പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അവർ തിന്മ എന്ത് ചെയ്യില്ല, അറിയാം, പക്ഷെ അത് വിരോധിക്കൂല. തിന്മ എന്ന ആൾക്കാരെ കൂടെ പോയി ഇരിക്കും. തിന്മയാണെന്നറിയാം, അത് വിരോധിക്കൂല, അവരെ കൂടെ പോയി ഇരിക്കുക, തിന്മ വിരോധിക്കാതെ പോയി ഇരിക്കുക. അത് ബനൂ ഇസ്രായേൽക്കാർ നശിക്കാനുണ്ടായ കാരണമാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട്. അത് മറ്റുള്ളവനെ ബാധിക്കുന്ന കാര്യമാണ്. പക്ഷേ നമ്മൾ പറഞ്ഞു, അത് നിന്നോട് അള്ളാഹു ആവശ്യപ്പെട്ട കാര്യമാണ്. അത് കൊണ്ട് തന്നെ അത് നീഹിയാണ്, നിന്നെ ബാധിക്കുന്ന കാര്യമാണ്. മാലായനിയല്ല, നിന്നെ ബാധിക്കാത്ത കാര്യമല്ല. കാരണം ചിലർ ഈ ഹദീസ് കൊണ്ടുവരും, എന്നിട്ട് പറയും നീ മറ്റുള്ളവരുടെ കാര്യം നീ നോക്കണ്ട, നീ നിന്റെ അനുസരിച്ച് ജീവിച്ചു, നീ അതിന് എല്ലാവർക്കും ഉപദേശിക്കാൻ എല്ലാവർക്കും പറയാനൊക്കെ പോകും, അതിൻ്റെ ഒന്നും ആവശ്യമില്ല. അതുപോലെ ഖുർആനിൽ ഒരു ആയത്തുണ്ട് സൂറത്തുൽ മാഇദയിൽ, ലാ യദുറുക്കും മൻ ളല്ല ഇദ് ഇഹ്തദൈതും. ലാ യദുറുക്കും മൻ ളല്ല, ഒരാൾ പേച്ചാൽ അത് നിനക്കൊരു ഉപദ്രവം ഉണ്ടാക്കുകയില്ല. ഇദ് ഇഹ്തദൈതും, നീ ഹിദായത്തിലായ പിന്നെ നിനക്ക് വേറെ പ്രശ്നമൊന്നുമില്ല. ശരിയാണ്, ഈ ആയത്തിന് വചനമുണ്ട്. എന്താണ്? നമ്മൾ നന്മ കൽപ്പിച്ചു, തിന്മ വിരോധിച്ചു, എന്നിട്ട് ഒരാൾ നന്നാവുന്നില്ലെങ്കിൽ അത് നമുക്കൊരു ഉപദ്രവമൊന്നുമില്ല. നമ്മുടെ ബാധ്യത എത്തിക്കൽ മാത്രം, നിർബന്ധിച്ച് ചെയ്യിക്കൽ നമ്മൾ ബാധ്യത ഇല്ല. ഇന്നമാ അൻത മുദക്കിർ ലസ്ത അലൈഹിം മുസൈത്തിർ. നീ ഉപദേശിച്ചാൽ മതി, നീ നിർബന്ധമായി അധികാരം ചെലുത്തേണ്ട ആവശ്യമില്ല, മുസൈത്തിർ ആവേണ്ടതില്ല എന്ന് അല്ലാഹു തആല പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അങ്ങനെ നീ ചെയ്തു കഴിഞ്ഞാൽ ലാ യദുറുക്കും മൻ ളല്ല ഇദ് ഇഹ്തദൈതും. നീ ഹിദായത്തിലാണെങ്കിൽ മറ്റുള്ളവൻ ലലാലത്തിലായാലും അത് നിനക്ക് ഉപദ്രവം ഉണ്ടാവുകയില്ല. പക്ഷേ നീ ഹിദായത്തിലായിട്ട് നീ ഉപദേശിക്കാത്തത് കൊണ്ടാണ് അവൻ ലലാലത്തിൽ തന്നെ തുടരുന്നതെങ്കിലോ ലായദുറുക്കും, നിങ്ങൾക്ക് ഉപദ്രവം ഉണ്ടാക്കും. ലായദുറുക്കും എന്ന് പറയുന്ന പരിധിയിൽ വിടുകയില്ല. ലായദുറുക്കും എന്ന് പറയുന്ന ആയത്തിൽ പരിധി വിടുക ഇതെപ്പോഴാണ്? നമ്മളൊക്കെ ഉപദേശിച്ചു, പറഞ്ഞു കൊടുത്തു, കേൾക്കുന്നില്ല എങ്കിൽ നമുക്ക് ലായദുറുക്കും, അത് നമുക്ക് ഉപദ്രവം ചെയ്യുകയില്ല എന്നാണ്. കാരണം ചിലർ എന്ത് ചെയ്യും, ചില കാര്യങ്ങളൊക്കെ സ്ഥാപിക്കാൻ ഖുർആനും ഹദീസിനൊക്കെ എടുക്കും. അങ്ങനെയുള്ള ആളുകളുണ്ട്, മിടുക്കന്മാരാണ്. അപ്പം അവർക്ക് കാര്യലാഭം ഉണ്ടാക്കുന്ന കാര്യമാണെങ്കിൽ ചിലപ്പോൾ ദുനിയാവിൻ്റെ കാര്യമാകട്ടെ, അല്ലെങ്കിൽ അവരുടെ എന്തെങ്കിലും കാര്യമാകട്ടെ, അത് ചില ആയത്തുകൾ, ചില ഹദീസുകൾ അത് മാത്രം പഠിച്ചു വെച്ചിട്ടുണ്ടാകും. നന്മ കൽപ്പിക്കുന്നവരെയും തിന്മ വിരോധിക്കുന്നവരൊക്കെ എതിർക്കാൻ വേണ്ടി ചിലപ്പോൾ ഇത്തരത്തിലുള്ള ആയത്തുകളും ഈ ഹദീസൊക്കെ തർക്കുഹുമാലായ അനി എന്നൊക്കെ എടുത്തുകൊണ്ടുവരും. അല്ല, മറ്റുള്ളവൻ്റെ കാര്യത്തിൽ നമുക്ക് ഇടപെടേണ്ടതായ വിഷയങ്ങളുണ്ട്. അതിൽപ്പെട്ടതാണ് നന്മ കൽപ്പിക്കുക, തിന്മ വിരോധിക്കുക എന്നുള്ളത്. അത് നമ്മളെ ബാധിക്കുന്ന കാര്യമാണ്, അതുകൊണ്ട് ഉപേക്ഷിക്കേണ്ട കാര്യമല്ല. ഇത്രയും ഫായിദകളാണ് അദ്ദേഹം പണ്ഡിതന്മാർ ഈ ഹദീസിൽ കൊടുത്തിട്ടുള്ളത്. വഹദാ വല്ലാഹു തആല അഅലം വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം.